നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞു നിർത്തിയത് ശ്രീനാരായണൻ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തോടെ എങ്ങനെയാണ് മധുകൈടഭന്മാരെ വധിച്ചതെന്ന് പറഞ്ഞു. ഗണപതി ഭഗവാനെ അദ്ദേഹം ആരാധിച്ച സ്ഥലം സിദ്ധക്ഷേത്രം എന്ന നാമധേയത്തിൽ ഇന്ന് അറിയപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അതിനുശേഷം സൂതമഹർഷി ഇവിടെ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഭൃഗു സോമകാന്ത മഹാരാജാവിൻ്റെ അടുത്ത് കഥ തുടർന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞു. അല്ലയോ രാജാവേ, വിഘ്നേശ്വരൻ്റെ മഹാത്മ്യമേറിയിട്ടുള്ള മറ്റൊരു കഥ ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. പണ്ട് വിദർഭം എന്നു പേരുള്ളൊരു രാജ്യമുണ്ടായിരുന്നു. അതിൻ്റെ തലസ്ഥാനം കൗണ്ഡിന്യപുരി എന്നൊരു മഹാനഗരം. നമുക്കൊക്കെ അറിയാം, വിദർഭ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു രാജ്യമാണ്. പഴയ ഭാരതത്തിൽ മഹാരാഷ്ട്രയിലുള്ള ഒരു സ്ഥലം. സാക്ഷാൽ ദമയന്തിയും നളചരിതത്തിലെ ദമയന്തിയും അതേപോലെ തന്നെ രുക്മിണീ ദേവിയുടെയും ജന്മം കൊണ്ട് പവിത്രമായി തീർന്ന സ്ഥലമാണ് വിദർഭ. ആ രാജ്യം ഭരിച്ചിരുന്നത് ഭീമൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ള ഒരു മഹാരാജാവായിരുന്നു. ഈ ദമയന്തിമാരുടെ കഥയിലും ദമയന്തിയുടെ അച്ഛനും ഒരു ഭീമരാജാവാണ്. അതേ പേര് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ച് കാണുന്നത്. ഒരുപക്ഷെ ഭീമൻ എന്നുള്ളത് ഒരു സ്ഥാനപ്പേരൊക്കെ ആയിരുന്നിരിക്കാം വിദർഭയിലെ രാജാക്കന്മാർക്ക്. പതിവ്രത ശിരോരത്നായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് ചാരുഹാസിനി എന്നായിരുന്നു. ചാരുഹാസിനി ദേവിയും അദ്ദേഹവും വളരെയധികം സന്തോഷത്തോടെയും പരസ്പര സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. പക്ഷെ വളരെയേറെ പ്രായമായിട്ടും ആ ദമ്പതികൾക്ക് മക്കളുണ്ടായില്ല. ആ സന്താനഭാഗ്യം കിട്ടാനുള്ള ഉപായം എന്താണെന്ന് ഭീമരാജാവ് പല വിധത്തിലൊക്കെ ആലോചിച്ചു. കാരണം അവകാശികളില്ല. അവസാനം ഒരു തീരുമാനത്തിലെത്തി. അദ്ദേഹം തൻ്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള മന്ത്രിമാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് കാര്യം പറഞ്ഞു. ഒരു നല്ല ഉദ്ദിഷ്ടകാര്യത്തിന് വേണ്ടിയിട്ട് ഞാനും പത്നിയും കൂടെ വനവാസത്തിന് പോവുകയാണ്. ഞങ്ങൾ മടങ്ങി വരുന്നത് വരെയുള്ള രാജ്യഭാരത്തിൻ്റെ ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ജനങ്ങളുടെ ക്ഷേമമൊക്കെ അന്വേഷിക്കുക, അതിർത്തികളെയൊക്കെ സംരക്ഷിക്കുക, സൽഭരണം നടത്തുക. ഇത് ഞാൻ തിരിച്ചു വരണവരെ നിങ്ങളുടെ കർത്തവ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രിമാർക്ക് ആ നിർദ്ദേശമൊക്കെ കൊടുത്തിട്ട് രാജാവ് വനവാസത്തിന് പോയി. വനത്തിൽ കൂടെ കുറേ ദൂരം യാത്ര ചെയ്ത് അങ്ങനെ കുറേ ദൂരം എത്തി കഴിഞ്ഞപ്പോൾ അക്കാലത്തൊക്കെ മഹാത്മാക്കളായിട്ടുള്ള അനവധി ഋഷിമാർ വനങ്ങളുടെ അകത്ത് താമസിച്ചിരുന്നു, പർണശാലകൾ കിട്ടിയിട്ട്. പുറത്തെ ലോകത്തിൻ്റെ ബഹളത്തിൽ നിന്ന് മാറി ഉപാസന ചെയ്യാനും പ്രകൃതിയോടിണങ്ങി ജീവിക്കാനും വിദ്യ പഠിപ്പിക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് വനത്തിൻ്റെ ഉള്ളിൽ അക്കാലത്ത് താമസിച്ചിരുന്നത്. അങ്ങനെ ഒരു മഹർഷിയുടെ ആശ്രമം കണ്ടു. നോക്കുമ്പോൾ അത് സാക്ഷാൽ വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമമാണ്. മഹർഷിയെ വന്ദിച്ചു, ഭവ്യതയോടെ ഇങ്ങനെ തൊഴുതു. അപ്പോൾ മഹർഷി ചോദിച്ചു, ആരാ നിങ്ങൾ, എവിടുന്നാ വരണേ, എന്താ നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം? അപ്പോൾ മഹാരാജാവ് പറഞ്ഞു, മഹർഷിയെ, കൗണ്ഡിന്യപുരിയിൽ വസിക്കണം ഞാൻ വിദർഭരാജാവായിട്ടുള്ള ഭീമനാണ്. വാർദ്ധക്യമായി എനിക്കിപ്പോൾ, പക്ഷെ ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിട്ടില്ല. മനസാ വാചാ കർമ്മണ യാതൊരു പാപകർമ്മങ്ങളും ഞാൻ ഈ ജന്മത്തിൽ ചെയ്തിട്ടില്ല. എനിക്കിങ്ങനെ ഒരു ദൗർഭാഗ്യം വരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാവില്ല അവർ. അപ്പോൾ ഭീമരാജാവ് പറഞ്ഞ കേട്ടിട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, മഹാരാജാവേ, പൂർവ്വജന്മത്തിൽ ഗണപതിയെ ആരാധിക്കാൻ നിങ്ങൾ മറന്നുപോയി. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കാഞ്ഞത്. സർവശക്തനും ആശ്രിതവത്സലനുമായിട്ടുള്ള ആ ഭഗവാനെ പ്രീതിപ്പെടുത്തിയ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് പുത്രനുണ്ടാവും എന്ന് പറഞ്ഞു. വിശ്വാമിത്ര മഹർഷിയുടെ ആ ആശ്വാസവാക്കൊക്കെ കേട്ടിട്ട് രാജാവിൻ്റെ ആഗ്രഹം വർദ്ധിച്ചു. എൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരണേ. അതേപോലെ ഞാൻ ഗണപതി ഭഗവാനെ എങ്ങനെയാണ് നിന്ദിച്ചത്, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഞാൻ വിലവെക്കാണ്ടിരുന്നത്, ഈ കഥ പറഞ്ഞു തരണം. അതറിയാൻ എനിക്ക് വളരെയധികം ആകാംക്ഷയുണ്ടെന്ന് പറഞ്ഞു. വിശ്വാമിത്രൻ പറഞ്ഞു, നിങ്ങളുടെ കുലത്തിൽ നിങ്ങളുടെ പൂർവികനായിട്ട് ഭീമൻ എന്ന പേരിൽ മറ്റൊരു രാജാവുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ എന്താ പറയുക, ആ ഒരു പരമ്പരയിൽ ഇപ്പോൾ ജനകൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. അനവധി ജനകന്മാരുണ്ടായിട്ടുണ്ട്. അതേപോലെ ഇവിടെ മറ്റൊരു ഭീമരാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി അതീവ സുന്ദരിയും വളരെ
മനോഹരിയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. അവൾക്കൊരു കുട്ടി ജനിച്ചു. അവർക്ക് രണ്ടുപേർക്കും. ആ കുട്ടി ജന്മന കണ്ണ് കാണാത്തവനാണ്, ചെവിയും കേൾക്കില്ല, വികലാംഗനുമാണ്. മാത്രമല്ല ആ കുട്ടിയുടെ ശരീരത്തിലെ തൊലിയിൽ നിന്ന് ഒരു വിചിത്രമായിട്ടുള്ള ഒരു ദ്രാവകം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ദേഹത്തുനിന്നൊരു ദുർഗന്ധം വരും. ഇങ്ങനൊരു വളരെ നികൃഷ്ടമായിട്ടുള്ളൊരവസ്ഥയിലുള്ളൊരു കുഞ്ഞിനെയാണ് അവൾ പ്രസവിച്ചത്. ആ കുട്ടിക്ക് അച്ഛനും അമ്മയും പേരിട്ടത് ദക്ഷൻ എന്നാണ്. എത്രയോ വിദഗ്ധരായിട്ടുള്ള വൈദ്യന്മാർ വന്നിട്ട് ദക്ഷനെ ചികിത്സിച്ചിട്ടും ആ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ഈ പ്രശ്നങ്ങളൊന്നും മാറ്റാൻ പറ്റിയില്ല. അവന് കാഴ്ച കൊടുക്കാനോ അവൻ്റെ ചെവി കേൾവി ശക്തി തിരിച്ചു കൊടുക്കാനോ അവൻ്റെ തൊലിയിൽ നിന്ന് വരുന്ന ദുർഗന്ധം മാറ്റാനോ ഒന്നും സാധിച്ചില്ല. ആ കുഞ്ഞിനെയും കൊണ്ട് പെറ്റ അമ്മ തീർത്ഥാടനം നടത്തിയ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് ഏതോ ഒരു ജ്യോത്സ്യനോ ആരോ ആ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു. അമ്മ വേണം കുട്ടിയെ എടുത്തിട്ട് തീർത്ഥാടനം നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ഇത് അറിഞ്ഞപ്പോൾ രാജ്ഞി അറിയിച്ചു. ഭർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് മഹാരാജ്ഞി ആ മകനെ എടുത്തിട്ട് തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. തന്നെ യാത്ര ചെയ്യണമെന്നാണ്. അതുകൊണ്ട് രാജാവ് കൂടെ പോകുന്നില്ല. വഴിയിൽ വെച്ചിട്ട് രാജ്ഞിയുടെ കൈവശമുണ്ടായിരുന്ന സകല വസ്തുക്കളും കുറേ കള്ളന്മാരങ്ങോട്ട് കൊള്ളയടിച്ചു. ആ രാജ്ഞി ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാണ്ട് ആ കൊച്ചു കുട്ടിയെയും കൊണ്ട് യാത്ര തുടർന്നു. ഇന്നത്തെ കാലത്തെ മാതിരി നമുക്ക് വഴിയിലൊരു അപകടം പറ്റിയാൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ഫോൺ വിളിക്കാനൊന്നും പറ്റില്ല. രാജാവിന് പോലും അറിയില്ല ഇവരെവിടെ പോയിന്ന്. അങ്ങനെ ലിറ്ററലി വഴിയാധാരമായി തീർന്നു ആ രാജ്ഞിയും കുട്ടി. അങ്ങനെ കുറേ ദൂരം നടന്ന് അലഞ്ഞ് അവരൊരു ശിവക്ഷേത്രത്തിലെത്തി. കുഞ്ഞിനെ ആ ക്ഷേത്രത്തിൻ്റെ നടയിൽ കിടത്തിയിട്ട് ഈ രാജ്ഞി എന്തെങ്കിലും ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, ഭിക്ഷ യാചിക്കാമെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി. അമ്പലത്തിനുള്ളിലാകുമ്പോൾ കുട്ടി സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ കിടത്തിയിട്ടാണ് പോയത്. ആ സമയത്ത് ആ പ്രദേശത്തുള്ള വളരെ ധർമ്മിഷ്ഠനായിട്ടുള്ളൊരു ബ്രാഹ്മണൻ അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തട്ടി വന്ന കാറ്റ് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ തട്ടിയപ്പോൾ തന്നെ ഈ കുട്ടിയുടെ അസുഖം മാറി. ആഞ്ഞതിരുമേനി പറയും, പൊന്നു ഗുരുവായൂരപ്പൻ്റെ പൂമേനിയിൽ തട്ടി വരുന്ന ഒരു കളവത്തിൻ്റെ സുഗന്ധമുള്ള കാറ്റുണ്ടല്ലോ എന്ന് പറയും. നമ്മുടെ മനസ്സേ അങ്ങോട്ട് തുറക്കും ആ കളവത്തിൻ്റെ സുഗന്ധമുള്ള കാറ്റ് നമ്മളെ തട്ടുമ്പോൾ. അതുപോലെ ഒരു കുന്തന്നൽ, ഒരു കാറ്റ് വന്ന കുഞ്ഞിൻ്റെ ശരീരത്തിൽ തട്ടിയപ്പോൾ ആ കുഞ്ഞ് രോഗവിമുക്തനായി എന്നാണ് പറഞ്ഞു. ഗ്രാമത്തുനിന്ന് മടങ്ങിയെത്തിയ രാജ്ഞി തൻ്റെ മകനെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. രോഗം മാറിയിട്ടുള്ള കുട്ടി രോഗം വെറുതെ മാറിയെന്ന് മാത്രമല്ല, അവൻ അതിസുന്ദരനായിരിക്കുന്നു, സർവാംഗ സുന്ദരൻ. അംഗവൈകല്യം പോയിരിക്കുന്നു, അവന് കാഴ്ച വന്നിരിക്കുന്നു, അവൻ്റെ ബധിരത മാറിയിരിക്കുന്നു, അവൻ്റെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയിരിക്കുന്നു. അപ്പോൾ ആ ബ്രാഹ്മണൻ അവിടെ ഇരുന്നിട്ട് ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങ് കണ്ടോ, എന്താ ഉണ്ടായത്, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒക്കെ ഗണനാഥനായിട്ടുള്ള ഗണപതിയുടെ കടാക്ഷം എന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആപത്തിൽ നമുക്ക് ആകെയുള്ള ബന്ധു ഗണപതിയാണ്, ആ ഭഗവാനെ നന്നായിട്ട് ആരാധിച്ചോളൂ, എല്ലാ ഗുണങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു. അതിനുശേഷം മഹാരാജ്ഞിയും ആ മകനും കൂടി ഗണപതി ഭഗവാനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു. ചിലവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പെട്ടെന്ന് സന്തോഷിക്കും, കാരണം അത്ര ആത്മാർത്ഥത ഉണ്ടാവും അവർക്ക്. രാജ്ഞിയുടെ സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, പരമഭക്തനായിട്ടുള്ള മുദ്ഗല മഹർഷിയെ പോയിട്ട് കാണാൻ പറഞ്ഞു. അദ്ദേഹത്തിനെ പോയി കണ്ടാൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞു. മുദ്ഗല മഹർഷിയെക്കുറിച്ച് ഇന്ന് രാവിലെ ഞാൻ ഇവിടെ കുറച്ച് ചുരുക്കി പറഞ്ഞിരുന്നു. ഗണപതിയുടെ തന്നെ അംശം പോലെയാണ് അദ്ദേഹത്തിനെ പറയുക. അത്രയും ഭഗവാനെ ആരാധിച്ച ഒരു മഹാത്മാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലൊരു പുരാണമുണ്ട്, മുദ്ഗല പുരാണം. ഗണപതിയുടെ 2 പുരാണങ്ങളിൽ ഗണേശപുരാണവും മുദ്ഗല പുരാണവും ഉള്ളത്. എന്നിട്ട് ഇവിടെ ഭൃഗുമഹർഷി പറയുക, അല്ലയോ സോമകാന്ത, ഭീമരാജാവിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന വിശ്വാമിത്ര മഹർഷി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കഥ വീണ്ടും തുടർന്നു. ഈ രാജ്ഞി പുത്രനുമൊത്ത് മുദ്ഗല മഹർഷിയുടെ ആശ്രമം അന്വേഷിച്ചിട്ട് കുറേ കാലം വനത്തിൽ കൂടെ സഞ്ചരിച്ചു. അങ്ങനെ കുറേ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവർക്ക് മുദ്ഗലൻ്റെ ആശ്രമം കാണാറായി. അദ്ദേഹത്തിനെ കണ്ടു, അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഭഗവാന്റെ സ്വപ്ന ദർശനം ഉണ്ടായി. അങ്ങേ വന്ന് കാണാൻ പറഞ്ഞു ഭഗവാൻ എന്ന് പറഞ്ഞു. മഹർഷിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം ഗണപതി ഭഗവാന്റെ ഏകാക്ഷരി മന്ത്രമായിട്ടുള്ള ഗം എന്നുള്ള ദിവ്യാക്ഷരത്തിൻ്റെ അർത്ഥം, അതെങ്ങനെ ഉപാസിക്കണം,
അതിൻ്റെ അനുഷ്ഠാന വിധികൾ ഇതൊക്കെ ഉപദേശിച്ചു കൊടുത്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ വയസ്സനായിട്ടുള്ള ഭീമരാജാവ്, വിശ്വാമിത്രൻ്റെ അടുത്ത് ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ, അദ്ദേഹം പറഞ്ഞു, ഒരു മിനിറ്റ്, അങ്ങിപ്പോൾ കഥ തുടരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങ് പറയണത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിന് വലിയ ആകർഷണം തോന്നുന്നുണ്ട്. ഭക്തിയോടൊപ്പം തന്നെ ആശ്ചര്യം എന്നുള്ള വികാരം കൂടെ എൻ്റെ മനസ്സിപ്പോൾ കയറിയിരിക്കുന്നു. ശ്രേഷ്ഠനായിട്ടുള്ളൊരു ബ്രാഹ്മണൻ്റെ ശരീരത്തിൽ തട്ടിയൊഴുകിയ കാറ്റിൻ്റെ സ്പർശം കൊണ്ട് ഒരു കുട്ടിയുടെ രോഗം എങ്ങനെയാണ് മാറുക? അവൻ എങ്ങനെയാണ് സുന്ദരരൂപനായി തീർന്നത്? അതിൻ്റെ കാരണം എന്തായിരുന്നു? ഇത് ആലോചിച്ചിട്ട് അങ്ങ് ബാക്കി കഥ പറഞ്ഞതിൽ എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഉത്തരം പറയൂ, എന്നിട്ട് ബാക്കി കഥ പറയൂ. ഇല്ലെങ്കിൽ എനിക്ക് ശ്രദ്ധ പോവും, എനിക്ക് ബാക്കിയുള്ള കഥ കേൾക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, നിങ്ങൾ എന്താ പറയണേ? ഗണപതി ഭഗവാൻ വിചാരിച്ചാൽ നടക്കാത്ത വല്ലതും ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നുമില്ല. ആ സംഭവത്തെക്കുറിച്ച് ഇത്ര ആശ്ചര്യപ്പെടാൻ മാത്രമൊന്നുമില്ല. അതിലും എത്രയോ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള ആളാണ് ആ പ്രത്യക്ഷദേവനായിട്ടുള്ള ഗണപതി. ഭഗവാന്റെ ആ മനസ്സ് അലിഞ്ഞ, അദ്ദേഹം ഒന്ന് കനിഞ്ഞ എല്ലാ ഉദ്ദിഷ്ട കാര്യങ്ങളും സാധിപ്പിച്ചു തരും. ഉദാഹരണത്തിന് പണ്ട് നടന്ന ഒരു സംഭവ കഥ തന്നെ ഞാൻ പറയാം, എന്നിട്ട് വേറൊരു കഥയിലേക്ക് പോകണം ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട്. എന്നിട്ട് പറയാ, താങ്കളുടെ പൂർവീകനായിട്ടുള്ള ഈ ദക്ഷൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ പൂർവ്വകഥയാണത്. ഇപ്പം ദക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പണ്ടത്തെ ഒരു ഭീമരാജാവിനുണ്ടായ ദക്ഷൻ എന്ന് പറഞ്ഞ മകൻ്റെ കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ദക്ഷൻ്റെയൊക്കെ വംശത്തിലാണ് ഇപ്പോൾ ഈ വയസ്സനായിട്ടുള്ള ഭീമരാജാവ് കുട്ടികളില്ലാത്ത കാരണം അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്നെ പൂർവ്വകഥ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയണ്. സിന്ധു ദേശത്ത്, ഇന്നത്തെ പാകിസ്ഥാനിലാണ് സിന്ധ്, അവിടെ ബല്ലി എന്ന് പേരുള്ള ഒരു ഗ്രാമത്തിൽ കല്യാണനാഥൻ എന്ന് പേരായിട്ടുള്ള ഒരു വൈശ്യനുണ്ടായിരുന്നു, ഒരു കച്ചവടക്കാരൻ. അയാളുടെ ഭാര്യയുടെ പേര് ഇന്ദുമതി. ഈ ഇന്ദുമതി ദേവിക്കും കല്യാണനാഥനും ഒരു മകൻ ബല്ലാലൻ എന്ന് പേര്. ആ ബല്ലാലൻ്റെ കഥയിലാണ് പറയണത്. ഈ ബല്ലാലനായിരുന്നു ഈ പൂർവ്വം ഈ ദക്ഷൻ്റെ. ഒരു ദിവസം ഈ ബല്ലാലൻ കൂട്ടുകാരുടെ കൂടെ കാട്ടിൻ്റെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഭംഗിയുള്ള ഒരു കരിങ്കല്ലിൻ്റെ ശിലയുടെ ഗണ്ഡം കണ്ടു, ഒരു കഷ്ണം. അതിൽ ഒരു ദേവൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ പണ്ട് കളിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആകൃതിയൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലൊക്കെ. ആ ദേവൻ വാസ്തവത്തിൽ ആരാണെന്നൊന്നും കുട്ടിക്ക് മനസ്സിലായില്ല. പക്ഷെ അവൻ അത് ഗണപതിയാണെന്ന് സങ്കല്പിച്ചിട്ട് കല്ലൊക്കെ, ബാക്കി കുറേ പൊട്ടി പൊളഞ്ഞ് കിടക്കുന്ന കല്ലൊക്കെ എടുത്തിട്ട് അതൊക്കെ പണിതിട്ട് ഒരു കരിങ്കല്ല് കൊണ്ടൊരു ചെറിയൊരു മണ്ഡപമൊക്കെ ഉണ്ടാക്കി അവൻ അതിൻ്റെ ഉള്ളിൽ വിഗ്രഹത്തിനെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു. ഈ ശിലാഖണ്ഡത്തിനെ അതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിട്ട് അവിടുന്ന് ഈ കാട്ടുപൂക്കളും അതും ഇതൊക്കെ പറിച്ചിട്ട് പൂജ കഴിക്കാൻ തുടങ്ങി. ഈ കുട്ടിക്കാലത്ത് നമ്മൾ അങ്ങനെ ഈ ചെയ്യുന്നതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിൽക്കാലത്ത് നമ്മൾ പല അഭ്യാസങ്ങൾ കാണിക്കണേക്കാട്ടിലും ഭഗവാൻ പെട്ടെന്ന് സന്തോഷിക്കും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അനിയൻ്റെയും പ്രധാനപ്പെട്ട കളികളിലൊന്ന് ഈ കല്ലിങ്ങനെ വയ്ക്കുക, എന്നിട്ട് അയ്യപ്പസ്വാമിയാണെന്ന് പറയുക, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനാണെന്ന് പറയുക, അല്ലെങ്കിൽ ഗണപതി ഭഗവാനാണെന്ന് പറയുക, എന്നിട്ട് അതിൽ മഞ്ഞൾ കലക്കി ഒഴിക്കുക, കുങ്കുമം കലക്കി ഒഴിക്കുക, ഭസ്മം കലക്കി ഒഴിക്കുക, ചന്ദനം കലക്കി ഒഴിക്കുക, തെച്ചിപ്പൂ ഒക്കെ പറിച്ചിടുക, ബോഗൻവില്ലയൊക്കെ കൊണ്ട് പൂജ കഴിക്കും. ബോഗൻവില്ലയുടെ പൂക്കൾ കൊണ്ടൊക്കെ പൂജയുണ്ട്. പിന്നെ കാരണം അമ്പലത്തിൽ ബോഗൻവില്ല ഭഗവാന് കിട്ടില്ലല്ലോ, അപ്പോൾ മൂപ്പർക്ക് കിട്ടാത്ത സാധനം കൊടുത്താലേ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവുള്ളൂ. പിന്നെ തെച്ചിയുടെ പഴം, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഈ പണ്ട് നമ്മൾ സ്കൂളിൻ്റെ അവിടെയൊക്കെ കൊണ്ട് വെക്കുന്ന ഈ റബ്ബർ പോലെ കടിച്ചാലുള്ള ഒരു ശർക്കരയുടെ മിഠായി ഉണ്ടായിരുന്നു, പെട്ടിയിലൊക്കെ കൊണ്ടുവന്ന് വെക്കും പണ്ട്. അങ്ങനത്തെ മിഠായി, ഇത് നാരങ്ങ അച്ചാർ. അയ്യപ്പസ്വാമിയെ പൂജ കഴിച്ച് കളിച്ചിട്ട് 5-6 വയസ്സുള്ള പ്രായത്തിൽ പൂജ കഴിച്ച് കളിച്ചിട്ട് അവസാനം അവരുടെ അമ്പലമായി. അവിടെ മന്ത്രം കൊണ്ടൊന്നുമല്ല, സാന്നിധ്യം താനെ വരും. കാര്യം കുട്ടികളുടെ സങ്കല്പശക്തി വളരെ അധികമാണ്. കുട്ടിക്കാലത്ത് നമുക്ക് നമ്മുടെ ഇമാജിനേഷന് ഭയങ്കര പവറാണ്. അപ്പം നമ്മൾ ഈ തണ്ട്, മറ്റേ മരത്തിൻ്റെ കമ്പൊക്കെ വെട്ടിയിട്ട് തണ്ട് ഉണ്ടാക്കിയിട്ട്, നമ്മുടെയൊക്കെ ഗ്രാമങ്ങൾ അഗ്രഹാര ഭാഗങ്ങളായതുകൊണ്ട് എന്താ വെച്ചാൽ ഈ തോളത്തെടുത്തിട്ടുള്ള എഴുന്നള്ളത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കരിങ്കല്ല് അതിൻ്റെ മുകളിലൊക്കെ വെച്ച് കെട്ടിയിട്ട് വീടിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ കൊണ്ടുപോകുക, തിരിച്ചു വരിക, പ്രദക്ഷിണം വയ്ക്കുക, എന്തൊക്കെ നമ്മൾ ഈ അമ്പലങ്ങളിൽ കാണുമോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ ആവർത്തിക്കും. അപ്പോൾ ബല്ലാലൻ ബേസിക്കലി ചെയ്തത് അത് തന്നെയാണ്. അദ്ദേഹം കണ്ടിട്ടുള്ള ആരാധനകളൊക്കെ മറ്റു സ്ഥലത്ത് കണ്ടിട്ടുള്ള അവനും അവൻ്റെ കൂട്ടുകാരും കൂടെ ഈ വിഗ്രഹം പ്രതിഷ്ഠ. ഒരു ദിവസം പൂജയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക, നേരം വളരെയേറെ സമയം ആയി, സന്ധ്യ കഴിഞ്ഞു. പൂജകളെയും ആ നേദ്യങ്ങളുടെയൊക്കെ ഇടയിൽ
ഈ ബല്ലാലിനും കൂട്ടുകാരും വീട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ട കാര്യം മറന്നു. കുറച്ച് ദിവസം പൂജ വെച്ചാൽ പിന്നെ അമ്പലമല്ലേ, ഉത്സവമാണല്ലോ. അപ്പോൾ ഉത്സവമായതുകൊണ്ട് കുറച്ച് അധികം പണികളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അവർ ഉത്സവം നടത്തിക്കൊണ്ടിരുന്നിട്ട് വീട്ടിൽ പോകാൻ മറന്നു. നേരെ ഇരുട്ടായി. ചുരുക്കി പറഞ്ഞാൽ ഈ അച്ഛനമ്മമാർ മക്കളെ സന്ധ്യയായിട്ടും കാണാണ്ട് അവർ വീടുകളിൽ നിന്ന് അന്വേഷിച്ചിറങ്ങി വന്ന് ഈ കാട്ടിൻ്റെ അടുത്ത് വന്നപ്പോൾ അവർ ഈ സംഭവം കണ്ടു. കുട്ടികൾ ഈ കാട്ടി കൂട്ടിയൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല. അവർ വേണ്ട ചീത്ത പറഞ്ഞു. അവസാനം പറഞ്ഞു, ഇതിനൊക്കെ കാരണക്കാർ ഈ ചക്കനാണ്, ഈ ബല്ലാലെന്ന് പറഞ്ഞ ഈ ഒറ്റ ചക്കനാണ് ഈ എൻ്റെ മക്കളെ കൂടെ കേടുവരുത്തുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാ കുറ്റവും കൂടി അവൻ്റെ തലയിലിട്ടിട്ട് അവർ ബല്ലാലൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഈ കുട്ടി കാരണം ഞങ്ങളുടെ മക്കളൊക്കെ വഴിതെറ്റി എന്ന് പറഞ്ഞ് വലിയ പരാതികളൊക്കെ പോയി പറഞ്ഞു. ആ മറ്റുള്ള കുട്ടികളെ കൂടെ വഴിതെറ്റിക്കണ അത്രയ്ക്കും അനുസരണക്കേട് കാണിക്കണ തൻ്റെ മകനെ ശിക്ഷിച്ച് മാറ്റിയില്ലെങ്കിൽ അവനെ ഇനി ഞങ്ങൾ തന്നെ തല്ലും എന്നൊരു ഭീഷണിയും പറഞ്ഞു. അച്ഛനോട് പറയണം, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ മകനെ മര്യാദയ്ക്ക് പറഞ്ഞ് നടത്തിച്ചോ, പറഞ്ഞ് കേട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം നിങ്ങൾ വേണ്ട ചെയ്യില്ലെങ്കിൽ ഞങ്ങൾ ശിക്ഷിക്കും, നാട്ടുകാർ കൈവയ്ക്കും എന്ന് പറയില്ലേ, അതുമാതിരി അവിടെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണനാഥൻ ആകെ സങ്കടമായി. അദ്ദേഹം ഈ ബല്ലാൽ അപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. അദ്ദേഹം ദേഷ്യപ്പെട്ട് വനത്തിലേക്ക് അങ്ങോട്ട് ചീറി അങ്ങോട്ട് പോയി. കാരണം അദ്ദേഹത്തിന് സമൂഹത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. നാട്ടുകാർ വന്നിട്ട് അദ്ദേഹത്തിന് താക്കീത് കൊടുക്കുന്ന തരത്തിലൊന്നും ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ നാച്ചുറലി അഭിമാനക്ഷതം വന്നു. അപ്പോൾ തനിക്ക് ഇങ്ങനെ ഒരു ദുഷ്പേരുണ്ടാക്കി തന്നുമല്ലോ ഈ മകൻ എന്ന് പറഞ്ഞിട്ട് അവൻ എവിടെ ചോദിച്ചപ്പോൾ അവനവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ആ കാട്ടിൻ്റെ അകത്ത് അമ്പലത്തിൻ്റെ അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. ഇദ്ദേഹം അവിടെ ചെന്ന് അച്ഛാ വരൂ, നേദ്യം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞു. കുട്ടി അച്ഛൻ വരേണ്ട സന്തോഷമായിട്ട് പറഞ്ഞു. അയാൾ പോയിട്ട് അവനെ തൂക്കിയെടുത്തിട്ട് 4 അടി അതിഭയങ്കരമായിട്ട് അടിച്ചു. ആ കലി അടങ്ങാണ്ട് ആ വിഗ്രഹത്തിനൊക്കെ എടുത്ത് പറിച്ച് കളഞ്ഞു. ഇതിനു മുമ്പ് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇതേപോലെ ചെയ്ത് വേറൊരു അച്ഛൻ്റെ കഥ ഒന്ന് ചെറുതായിട്ട് പറയാം. വളരെ ദാരിദ്ര്യം. അപ്പോൾ മകനെ പശുവിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മുതലാളിയുടെ വീട്ടിൽ നിർത്തി. അപ്പോൾ മുതലാളി പശുവിനെ കൊടുത്തു വിടുന്നുണ്ട്. പക്ഷേ ഈ പശുവിൻ്റെ കറവ കുറഞ്ഞു. ഭാര്യ പറഞ്ഞു, മുതലാളിയുടെ കുട്ടിക്കുള്ള പാലിനുള്ളതാണ് ആ പശു, ഇപ്പം ആ പശുവിൻ്റെ ഒന്നും പാലേ കിട്ടണില്ല, ഇതെന്താ ഇത്, ആ ചക്ക ശരിയല്ല ഓണു എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഈ കുട്ടിയുടെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ ഞാൻ നിങ്ങൾക്കൊരു സഹായം ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് ഈ പശുവിനെ മേയ്ക്കണ പണി നിങ്ങളുടെ മകന് കൊടുത്തത്. അവൻ നോക്കാൻ തുടങ്ങിയതിന് ശേഷം തീരെ പാലില്ല, വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ആയാൽ പിന്നെ താൻ അതിൻ്റെ പൈസ തരേണ്ടി വരും, അവനിനി അത് കട്ട് കുടിക്കണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ അച്ഛനാകെ വിഷമമായി. കാരണം വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണ്. ഈ ചെക്കൻ്റെ ഒരു വരുമാനം കൊണ്ടുകൂടെ വേണം വീട് കഴിഞ്ഞു പോകാനെന്നുള്ളൊരു ചിന്തയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ ചൈൽഡ് ലേബറായിട്ട് ഈ കുട്ടിയെ ജോലിക്ക് പറഞ്ഞയക്കണത്. അപ്പോൾ എന്തായാലും ഇവൻ എന്താ ചെയ്യണം നോക്കാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഇവൻ പശുക്കളെയും കൊണ്ടുപോകുമ്പോൾ ഈ അച്ഛൻ പുറകെ പോകും. അപ്പോൾ ഈ കുട്ടിക്ക് 2 ജോലിയുണ്ട്. പശുക്കളെ നോക്കൽ മാത്രമല്ല, കാട്ടിൽ നിന്ന് അത്യാവശ്യം വിറകും കൊണ്ടുവരണം വൈകുന്നേരം ആകുമ്പോൾ മുതലാളുടെ വീട്ടിലേക്ക്. അവനെ കൊണ്ട് ഒക്കുന്നൊരു ചുമട് കൊണ്ടുവരണം. അപ്പോൾ അതിനൊരു ചെറിയ മഴു ഇതൊക്കെ ആയിട്ടാണ് ഇവൻ പോവുക. അപ്പോൾ ഇവൻ പോയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പോയത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ കണ്ട രംഗം എന്താ വെച്ചാൽ, ഇവൻ മണ്ണുകൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ പൂജ കഴിച്ചിട്ട് ഈ പശു അതിൻ്റെ മുകളിൽ വന്നിട്ട് അതിൻ്റെ അകിടുന്ന് പാലുകൊണ്ട് അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുക. ഇവൻ കറന്ന് അഭിഷേകം ചെയ്യുക അതിലേക്ക്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിൽ സങ്കടവും വിഷമവും. കാരണം എന്താ വെച്ചാൽ കുടുംബം ദാരിദ്ര്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് ഇവൻ പോയിട്ട് ഈ പണി ചെയ്യണത്. ഇദ്ദേഹം ദേഷ്യം വന്നിട്ട് അവിടെ ചെന്നിട്ട് അവനെ തള്ളി ഇട്ടിട്ട് കാലുകൊണ്ട് ആ മണ്ണിൻ്റെ ശിവലിംഗത്തിനെ ചവിട്ടി പൊട്ടിച്ചു. ആ സമയത്തുണ്ടായ കോപത്തിൽ ഈ കുട്ടി അവിടെ കിടന്ന മഴു എടുത്തിട്ട് അച്ഛൻ്റെ കാല് വെട്ടിക്കളഞ്ഞു. സ്വന്തം അച്ഛൻ്റെ കാല് വെട്ടി മുറിച്ചു കളഞ്ഞു. അയാൾ രക്തം വാർന്ന് ബോധരഹിതനായിട്ട് അവിടെ വീണു. ഇവൻ ആകെ കാലി കയറി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു പ്രഭാപൂരം കണ്ടു എന്നാണ് പറഞ്ഞത്. മഹാദേവൻ അമ്മയോടും ഗണപതി ഭഗവാനോടും കൂടിയിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് അവനെ വിളിച്ച് അവൻ്റെ ശരീരത്തിൽ തെറിച്ച ചോരയെല്ലാം തുടച്ചു കളഞ്ഞ് അവൻ്റെ അച്ഛന് ആരോഗ്യവും ജീവനും ഒക്കെ തിരിച്ചു കൊടുത്ത്, എനിക്ക് വേണ്ടി എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇത്രയ്ക്കും ഉഗ്രമായിട്ടൊരു കാര്യം നീ ചെയ്തില്ലേ, സ്വന്തം അച്ഛൻ്റെ കാല് നീ വെട്ടി,
ചണ്ഡമായ കാര്യം ചെയ്തുകൊണ്ട് ഇന്നു മുതൽക്ക് നിനക്ക് ചണ്ഡികേശ്വരൻ എന്ന് പേരാണെന്ന് പറഞ്ഞു. നീ എൻ്റെ നിർമാല്യധേരിയായിരിക്കും, എൻ്റെ നിർമാല്യത്തിന് അവകാശിനി നീയാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ജടയിൽ വെക്കുന്ന പൂവാണ് ശരിക്കും കൊന്നപ്പൂവ്. ഈ വിഷുവിൽ കൊന്നപ്പൂ വരാൻ കാരണം മഹാദേവനുമായിട്ടുള്ള ബന്ധമാണ്. സൂര്യൻ്റെ പ്രതീകമാണ് കൊന്ന. പഴയ തമിഴ് പാട്ടുകളിലൊക്കെ ശിവൻ്റെ ജടയിലുള്ള കൊന്നപ്പൂവിനെ പറ്റിയിട്ട് പറയും. നമ്മൾക്ക് കൊന്നപ്പൂവിൻ്റെ ഉപയോഗം ആകെ വിഷുവിൻ്റെ കാര്യത്തിലേ അറിയുള്ളൂ. ശരിക്കും കൊന്ന ശിവന് വളരെ വിശേഷമായിട്ടുള്ള പൂവാണ്. അർച്ചനയ്ക്കല്ല, ഭഗവാനത് ജടയിൽ ചൂടണയാണ്. ആ പൂവിനെ എടുത്തിട്ട് ചണ്ഡികേശ്വരനെ മടിയിലിരുത്തി അവൻ്റെ ജടയിൽ അത് ചുറ്റിക്കൊടുക്കുന്നൊരു ശില്പം നിങ്ങൾ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പോയാൽ ആ പ്രാകാര വിമാനത്തിൽ കാണാൻ പറ്റും. ഭഗവാൻ സ്നേഹത്തോടെ ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഈ ചണ്ഡികേശ്വരനെയാണ് നമ്മളീ പോയിട്ട് ഇങ്ങനെ കൊട്ടിത്തൊഴണത്. ശിവക്ഷേത്രത്തിൽ നമ്മളിങ്ങനെ കൊട്ടിത്തൊഴില്ലേ, ആ ഓവുചാലിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ടാവും കുറച്ച് മാറിയിട്ട് ഭഗവാന്റെ നിർമാല്യധാരി. അങ്ങനെ ധാരാത് വണ്ട്. അപ്പം ആ ചണ്ഡികേശ്വര സ്വാമിയുടെ കഥ ഇതേപോലുള്ളൊരു കഥയാണ്. എന്താണെങ്കിലും ഈ കല്യാണനാഥൻ വിഗ്രഹം ഇളക്കിയെടുത്തിട്ട് ദൂരെ വലിച്ചെറിഞ്ഞു. ആ അച്ഛൻ ചെയ്തിട്ടുള്ള ആ ഹൃദയശൂന്യമായിട്ടുള്ള ആ പ്രവൃത്തി കണ്ടിട്ട് ആ കുട്ടി പൊട്ടിക്കരഞ്ഞു. ഹൃദയത്തിൽ അങ്ങനെ അമ്പുകൾ തറച്ച പോലെയായി. അവൻ്റെ മനസ്സങ്ങോട്ട് തകർന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ അങ്ങയുടെ കോപം മാറിയില്ല, എന്നെ തല്ലിക്കോളൂ, എന്നെ കൊന്നോളൂ, മകനായതുകൊണ്ട് സഹിക്കേണ്ടവനാ ഞാൻ, അച്ഛൻ എന്ത് ചെയ്താലും ഞാൻ സഹിച്ചോളാം. പക്ഷെ എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു തരണ ആ ഗണപതി ഭഗവാന്റെ വിഗ്രഹത്തിനെ വലിച്ചെറിഞ്ഞതിൽ പരം ഒരു മഹാപാപം വേറെ ഇല്ല. ഈശ്വരനിന്റെക്കാട്ടിലും വലിയൊരു പാപം വേറെ ഉണ്ടോ? ആ ഭഗവാൻ കരുണയുള്ളവനല്ലേ, ആശ്രിത വത്സനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ നീ ആരാടാ എന്നെ ഉപദേശിക്കാൻ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് കൂടുതൽ ദേഷ്യം വന്നു. നിന്നെ ഞാൻ ഈ മരത്തിൽ കെട്ടിയിട്ടിട്ട് അടിക്കാൻ പോവാണ്. നിന്റെ ആ കെട്ട് നിന്റെ ഗണപതി ഛേദിക്കുന്നുണ്ടെങ്കിൽ ഞാനതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കോപം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ സ്വബുദ്ധി പോവും. ഇയാൾ ഈശ്വര വിശ്വാസി, ഇയാൾ ഹിരണ്യകശിപൊന്നുമല്ല. പക്ഷേ ദേഷ്യം കൊണ്ട് കോപാന്ധനാവുക എന്നാ പറയാം. കണ്ണ് കാണാണ്ടായി പോവും. കോപം വന്നു കഴിഞ്ഞാൽ നമുക്ക് യുക്തിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കാട്ടുവള്ളി വലിച്ചു പറിച്ചു കൊണ്ടുവന്നു. അവിടുന്ന് ഒരു കാട്ടുവള്ളി അങ്ങോട്ട് പറിച്ചു കൊണ്ടുവന്നിട്ട് ഈ കുട്ടിയെ പിടിച്ച് മരത്തിനോട് ചേർത്ത് ഇരുത്തിയിട്ട് വരിഞ്ഞങ്ങോട്ട് കെട്ടി ഉറക്കെ പറഞ്ഞു, നിന്റെ വിഘ്നേശ്വരൻ്റെ ആ ആശ്രിതവാത്സല്യം ഒന്ന് ഞാൻ കാണട്ടെ. പ്രത്യക്ഷ ദേവനാണത്രേ. ഗണേശനോ ഗുണേശനോ ആരും ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഭക്തിയും പൂജയൊക്കെ ഉപേക്ഷിച്ചിട്ട് മര്യാദയ്ക്ക് വീട്ടിലേക്ക് വന്ന് നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാക്കുന്ന രീതിയിൽ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതിന് സത്യം ചെയ്താൽ ഞാൻ നിന്നെ കെട്ടഴിച്ചു വിടാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ കിടന്നിട്ട് നീ ഗണേശനെയും വിളിച്ചു പോയി കിടന്നോ. ആ സമയത്ത് ആ കുട്ടിക്ക്, അത്രയും നേരം ക്ഷമിച്ച കുട്ടിക്ക് പെട്ടെന്ന് അച്ഛനോട് വലിയ വെറുപ്പ് തോന്നി. ഇത്രയ്ക്ക് മോശമായിട്ട് ഭഗവാനോടുള്ള സ്നേഹം കൊണ്ടാണ് സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വെറുപ്പ് ശാപവചനങ്ങളായിട്ട് മാറിയെന്നാ പറഞ്ഞു. ശപിക്കും അച്ഛനെ. ഗണപതി ഭഗവാനെ നിന്ദിച്ച് സംസാരിച്ച നിങ്ങളുടെ നാവ് ചലനമറ്റു പോട്ടെ, നിനക്ക് നാക്കിറങ്ങി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിക്കില്ലേ? അങ്ങനെ നാവ് ചലനമില്ലാണ്ടായി പോട്ടെ. നല്ലത് കേൾക്കാൻ സാധിക്കാത്ത നിങ്ങളുടെ ചെവികൾ കേൾവിയില്ലാത്തതായിട്ട് തീരട്ടെ. ധിക്കാരത്തോടു കൂടിയിട്ട് ഭഗവാന്റെ വിഗ്രഹം എടുത്ത് എറിഞ്ഞ നിങ്ങൾ വികലാംഗരായി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു കളഞ്ഞു. സമയം കുറേയായി. ഒറ്റയ്ക്ക് ബന്ധനസ്ഥനായിട്ട് വനത്തിൽ കിടക്കണ ബല്ലാലൻ വളരെ അവശനായി. അച്ഛനാണെങ്കിൽ ഇതൊന്നും കേൾക്കാണ്ട് കുട്ടിയെ അവിടെ ഇട്ടിട്ട് പോയി. കുട്ടിയുടെ ശാപല്ലേ. വാസ്തവത്തിൽ ശപിച്ചാൽ ഏറ്റവും ഭീകരമായിട്ട് വലിക്കുക ബാലശാപ. കുട്ടികളുടെ ശാപമാണ് വലിക്കുക. ഭാഗവതത്തിൻ്റെ കഥ എങ്ങനെയുണ്ടാവണം? ഒരു ബാലശാപ. പരീക്ഷിത്ത് പോയിട്ട് ചത്ത പാമ്പിനെ മഹർഷിയുടെ കഴുത്തിലിട്ടു. മഹർഷിയുടെ പുത്രൻ കൊച്ചുകുട്ടിയാണ്. എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ പാമ്പ് ഇട്ടവനെ 7ാമത്തെ ദിവസം തക്ഷകം കടിച്ച് മരിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുന്നു. ഇല്ലെങ്കിൽ ഭാഗവതം കഥയില്ലല്ലോ, കുട്ടിയാണ്. ഞാൻ എപ്പോഴും പറയും, ഭാഗവതത്തിൽ മുഴുവൻ കുട്ടികളുടെ കഥയാണ്. ആദ്യം ശപിച്ച കുട്ടി, 2 ധ്രുവൻ എന്ന് പറഞ്ഞ കുട്ടി, പിന്നെ ഒരു പ്രഹ്ലാദ കുട്ടി, വാമനം വേറൊരു കുട്ടി, അല്ലേ? അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃഷ്ണൻകുട്ടി. ഈ കുട്ടികളുടെ കഥയാണത് മുഴുവൻ. ഫുൾ കുട്ടികളാണ് അതിൻ്റെ അകത്ത്. അപ്പം ഇവിടെ കെട്ടിങ്ങനെ അഴിച്ച് പുറത്ത് കിടക്കാതെ നോക്കുന്നവരും അച്ഛൻ കെട്ടിയിട്ട കെട്ടിൻ്റെ പ്രത്യേകത കാരണം അത് കൂടുതൽ കൂടുതൽ മുറുകി വന്നു. കാട്ടുവള്ളിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പരിപരിപ്പുള്ളതാണ്. ഇത് കുട്ടിയല്ലേ, ദേഹം. കാട്ടുവള്ളിയുടെ ഒരസൽ പല ഭാഗത്തായിട്ട് കിട്ടിയ കാരണം ഇവിടെയും ഇവിടെയൊക്കെ മുറിയാൻ തുടങ്ങി, രക്തം വരാൻ തുടങ്ങി കുട്ടിക്ക്. അവൻ
വേദനിച്ചിട്ട് സങ്കടം കൊണ്ട് ഗണപതി ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ഉറക്കുറക്കുറക്കുറക്കെ ജപിക്കാൻ തുടങ്ങി. പക്ഷെ രാത്രി നേരമാണ്. കാട്ടിൽ ആര് കേൾക്കാൻ? ആരും കേൾക്കാനില്ല. വനത്തിൻ്റെ ഉള്ളിൽ അവൻ്റെ ഒച്ച ഇങ്ങനെ മുഴങ്ങി 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 കേട്ടു എന്നാണ് പറയണത്. അവന് നിരാശ തോന്നി. നമ്മൾക്കും അങ്ങനെയാണ്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വനരോധനം പോലെ, വനരോധനം എന്നല്ലേ പറയുക, കാട്ടിൽ കിടന്ന് നിലവിളിച്ചാൽ ആരും കേൾക്കാനുണ്ടാവില്ല, അവൻ്റെ യഥാർത്ഥ വനരോധനം. നമ്മളും അതെ, കുറേ സങ്കടപ്പെടും, കുറേ പ്രാർത്ഥിക്കും, പിന്നെ ജീവിതത്തിൽ തന്നെ നിരാശ തോന്നും, ആരും കേൾക്കാനില്ല, ഒന്നും മുന്നോട്ട് പോകാനില്ല. അങ്ങനെ നിരാശ്രയനായി അദ്ദേഹം ആലോചിച്ചു, ഞാൻ എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത്? എൻ്റെ അച്ഛൻ ഇത്ര ദുഷ്ടൻ, അവസാനം ഞാൻ അച്ഛനെ ശപിക്കേണ്ടിയും വന്നു. എൻ്റെ ജീവിതം ഒരൊറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ, അതുകൊണ്ട് ഞാൻ മരിക്കണതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് പാവം ഈ കെട്ടിയിട്ടിരിക്കുന്ന കാരണം അവനാകെ നീക്കാൻ പറ്റും അവൻ്റെ തലയാണ്. ആ തല ആഞ്ഞ് മരത്തിൽ അടിച്ചടിച്ച് തല തകർക്കാൻ നോക്കി. അങ്ങനെ മരിക്കാം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഗണപതിയെ വിളിച്ചുകൊണ്ട് തല പുറകോട്ട് വൃക്ഷത്തിൻ്റെ തടിയിൽ തല്ലി 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 തലയിൽ അങ്ങനെ പൊട്ടി രക്തം വരാൻ തുടങ്ങി. നിരാശയുടെ ഒപ്പം വേദനയും കൂടിയായപ്പോൾ അവൻ വാവിട്ട് നിലവിളിച്ചു. അവൻ്റെ മനസ്സിൽ തോന്നിയതും വായിൽ തോന്നിയതും ഒക്കെ അവൻ വിളിച്ചു പറയുകയാണ്, ഭഗവാനെ, ഗണപതി ഭഗവാനെ, വിഘ്നേശ്വര, നിൻ്റെ ഇത്രയും എളിയ ഭക്തനായിട്ടുള്ള എനിക്ക് ഇത്രയേറെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നല്ലോ. ഇതൊന്നും നീ അറിയണില്ലേ? എൻ്റെ കരച്ചിൽ നീ കേൾക്കണില്ലേ? നീ എവിടെയാ? അതോ എവിടെ ഇല്ലേ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വരാൻ മടിക്കണേ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അലറി വിളിച്ചിട്ട് രക്താഭിഷിക്തനായിട്ട് കണ്ണീരും ചോരയും കലർന്നിട്ട് കരയുക. ഇങ്ങനെ പറഞ്ഞു കഴിയണ സമയത്ത് അവനീ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് അവൻ്റെ ചെവിയിൽ ആരോ നടന്നു വരുന്നുണ്ടെന്നൊരു തോന്നൽ. അപ്പോൾ കരച്ചിൽ നിർത്തി, ചുറ്റും നോക്കി. ഇരുട്ടല്ലേ, ഒന്നും കാണാൻ പറ്റില്ല, കാൽപെരുമാറ്റം മാത്രം കേൾക്കാം. സൂക്ഷിച്ചു നോക്കി. ആ സമയത്ത് കുറേ ദൂരത്തെ ഒരു മരങ്ങളുടെ ഇടയിൽ കൂടെ ഒരു ചന്ദ്രൻ്റെ കഷ്ണം വരുന്നത് പോലെ, ചന്ദ്രൻ്റെ പൂർണ്ണചന്ദ്രൻ്റെ ഒരു കഷ്ണം വരുന്നത് പോലെ ഒരു ബ്രാഹ്മണൻ നടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേറെ വെളിച്ചമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെയാണ് വെളിച്ചം. ആ ഇരുട്ടത്ത് അദ്ദേഹത്തിൻ്റെ ശരീരമാണ് വെളിച്ചം. അങ്ങനെ നടന്നു വരികയാണ്. അപ്പം അത് ഈ രൂപത്തിൽ നിൽക്കണം, ഈ ഭീകരമായ അവസ്ഥയിൽ നിൽക്കണം. ഈ കുട്ടി ഇങ്ങനെ നോക്കി, കണ്ണിലൊക്കെ ഈ രക്തവും കണ്ണീരും വീണിരിക്കുന്ന കാരണം മര്യാദയ്ക്ക് കാണാനും പറ്റുന്നില്ല. ആരോ വരുന്നുണ്ട് തൻ്റെ നേരെ. അങ്ങനെ നോക്കി. ആ അടുത്തേക്ക് ആ ബ്രാഹ്മണൻ എത്തുമ്പോൾ, ആ വെളിച്ചം അടുത്തേക്ക് വരുമ്പോൾ ആ കുട്ടി ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ വള്ളിയുടെ കെട്ടൊക്കെ തന്നെ അഴിയണു, അത് പൊട്ടണു. അച്ഛൻ കെട്ടിയ കടുങ്കെട്ടൊക്കെ തന്നെ പൊട്ടി 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 പോണു. അടുത്തെത്തിയതും എല്ലാ വള്ളികളും കൂടെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് കഷ്ണമായിട്ട് അവിടെ വീണു. അദ്ദേഹം വന്ന ഉടനെ തന്നെ തൻ്റെ ആ താമര പോലുള്ള കൈ ആ കുട്ടിയുടെ ശിരസിൽ വെച്ചു. ശിരസിൽ വെച്ചതോട്ട് അവൻ്റെ മുറിവുകൾ മുഴുവൻ ഉടങ്ങി, വേദനകളൊക്കെ പോയി. അവന് വലിയ ഉണർവും ഇന്നേവരില്ലാത്ത ഒരു ഉന്മേഷവും ഉണ്ടായി. എന്നിട്ട് പറഞ്ഞു, മോനെ, നിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാനിവിടെ എത്തിയത്. നിൻ്റെ അച്ഛന് നീ നൽകിയ ശാപം ഇപ്പം തന്നെ ഫലിക്കും. പിന്നെ നിൻ്റെ പേരിലാണ് ഇന്നു മുതൽക്ക് ഈ സ്ഥലം അറിയപ്പെടുക. ബല്ലാല വിനായക സ്ഥാനം എന്ന പേരിൽ ഇതറിയപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഭഗവാൻ ഇത് പറഞ്ഞ നിമിഷം, ഭഗവാനായിരുന്നു അത്, ഭഗവാൻ ഇത് പറഞ്ഞ നിമിഷം അവിടെ കല്യാണനാഥൻ തളർന്നു വീണു എന്നാണ്. അച്ഛൻ രോഗബാധിതനായിട്ട് ശയ്യയിലായി. അയാളുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങി. കല്യാണനാഥന് കണ്ണും കാണാണ്ടായി, ചെവിയും കേൾക്കാണ്ടായി, നാക്കും വരാണ്ടായി, ശരീരം മുഴുവൻ പൊട്ടി ഒലിച്ച് ദുർഗന്ധം വമിക്കുക. ഭാര്യയാണെങ്കിൽ കരയാൻ തുടങ്ങി. മകനെ തിരിച്ചു കൊണ്ടുവരാൻ അവൾ കുറേ നേരമായിട്ട് ഭർത്താവിനോട് പറഞ്ഞു. അയാൾ അഹങ്കാരം കാരണം, ദേഷ്യം കാരണം പോകാണ്ടിരിക്കുകയാണ്. കുട്ടിയെ എങ്ങനെയെങ്കിലും വേഗം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ കാട്ടിലേക്ക് ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോൾ ബല്ലാലൻ ഗണപതി ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു. അവനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. എന്നാലും പറഞ്ഞു, മോനെ, നീ ചെയ്യണത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ നിൻ്റെ അച്ഛൻ്റെ അവസ്ഥ വളരെ കഷ്ടമായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം, അദ്ദേഹത്തിനെ വന്ന് കണ്ട് സമാധാനിപ്പിക്കുക. അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കേണ്ടത് മക്കളുടെ കടമയാണെന്ന് പറഞ്ഞു. കുറച്ചു നേരം ബല്ലാലൻ ആലോചിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, മാതാപിതാക്കന്മാർ ലോകത്തിൽ കാണപ്പെട്ട ദൈവങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ യഥാർത്ഥമായിട്ടുള്ള മാതാവും പിതാവും ഭഗവാനാണ്. എനിക്ക് എൻ്റെ വിഘ്നേശ്വരനാണ് എൻ്റെ അച്ഛനും അമ്മയും. ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ഒരു എളിയ ഭക്തനാണ് ഞാൻ. എൻ്റെ എല്ലാമായിട്ടുള്ള ആ ഭഗവാനെ ധിക്കരിച്ച് ആ ഭഗവാന്റെ വിഗ്രഹത്തെ എടുത്ത് വലിച്ചെറിഞ്ഞവനാണ് എൻ്റെ അച്ഛൻ. ആ ധിക്കാരത്തിൻ്റെ ഫലമാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. ഭർത്താവിനെ ശുശ്രൂഷിക്കേണ്ട ചുമതല ഭാര്യയ്ക്കാണ്. അതുകൊണ്ട്
അമ്മ പോയിട്ട് അച്ഛനെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പറയും, മോനെ, അച്ഛൻ്റെ പേരെ വന്നിട്ടുള്ള ഈ ശാപം മാറ്റേണ്ടത് നിൻ്റെ കടമയാണ്, അമ്മയുടെ അപേക്ഷയാണെന്ന് പറയും. അപ്പോൾ പറയും, ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ശക്തിയില്ല, അടുത്ത ജന്മത്തിൽ അമ്മ ഒരു രാജ്ഞിയായിട്ട് ജനിക്കും, അപ്പോൾ എൻ്റെ അച്ഛൻ അമ്മയുടെ മകനായിട്ട് ജനിക്കും, അന്ന് നിങ്ങൾക്ക് ജനിക്കണ പുത്രൻ വികലാംഗനും ബധിരനും മൂകനുമായിരിക്കും. അക്കാരണം കൊണ്ട് നിങ്ങളുടെ ഭർത്താവായിട്ടുള്ള രാജാവ് പുത്രൻ്റെ ഒപ്പം നിങ്ങളെ തീർത്ഥാടനത്തിനായിട്ട് പറഞ്ഞുവിടും. കഥ കണക്റ്റ് ആവണം കണ്ടോ? കഥ കണക്റ്റായില്ലേ? കണ്ടോ? അനന്തരം ഒരു ശിവക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കുന്ന സമയത്ത് നിങ്ങളുടെ മകന് ശ്രേഷ്ഠനായിട്ടുള്ളൊരു ബ്രാഹ്മണൻ്റെ സ്പർശനം കൊണ്ട് രോഗശമനം ഉണ്ടാവും. എന്നിട്ട് പറയും, ഈ സംഭവങ്ങളൊക്കെ ബല്ലാലൻ്റെ വചനം കൊണ്ട് സംഭവിച്ചതാണ് ഭീമരാജാവേന്ന് വിശ്വാമിത്ര മഹർഷി കഥ പറഞ്ഞു കൊടുക്കുന്നു. അതായത് പണ്ടത്തെ ഭീമരാജാവിൻ്റെ കഥ പറയണതിൽ വന്ന കഥയാണ് ഈ ദക്ഷൻ്റെ കഥ. ആ ദക്ഷൻ്റെ പൂർവ്വജന്മമാണ് ഈ ബല്ലാല വിനായക ചരിത്രം എന്ന് പറയുന്നത്. വിശ്വാമിത്രം പറയുക, മഹാരാജാവേ, ദക്ഷകുമാരൻ്റെ ശേഷമുണ്ടായിട്ടുള്ള കഥ, അതായത് ഈ ബല്ലാലൻ്റെ അച്ഛൻ, ഈ കല്യാണനാഥനാണല്ലോ ദക്ഷനായിട്ട് ജനിച്ചത്, ആ ദക്ഷൻ്റെ കഥ ശിവക്ഷേത്രത്തിൽ ആ ബ്രാഹ്മണൻ്റെ ശരീരത്തിലുള്ള കാറ്റ് കൊണ്ടപ്പോൾ രക്ഷപ്പെട്ട ആളുടെ പിന്നീടുള്ള കഥ പറയാം എന്ന് പറയണം. കൗണ്ഡിന്യപുരത്തിൻ്റെ അരികിൽ വലിയൊരു കാടുണ്ടായിരുന്നു. അവിടെ വളരെ പ്രാചീനമായിട്ടുള്ളൊരു ഗണപതി ക്ഷേത്രവും. ആ ക്ഷേത്രത്തിൽ ഒരു ദിവസം ദക്ഷൻ വന്നു. അന്ന് ചെറുപ്പമാണ്. ഭഗവാന്റെ ആ ഗം എന്നുള്ള ഏകാക്ഷരി മന്ത്രം ജപിക്കാൻ തുടങ്ങി അവിടെ ഇരുന്നിട്ട്. അങ്ങനെ അവിടെ തന്നെ താമസമായി. വീട്ടിലേക്കൊന്നും പോവില്ല, ഏതു നേരം അവിടെ ഇരുന്ന് ജപിക്കും. ഒരു ദിവസം രാത്രി അവിടെ കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. അവൻ ഗംഭീരനായിട്ടുള്ള ഒരു ആനയുടെ പുറത്ത് സവാരി ചെയ്യണത്. ഉറക്കം ഉണർന്നപ്പോൾ ദക്ഷൻ താൻ കണ്ട സ്വപ്നത്തിനെക്കുറിച്ച് അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അമ്മേ, ഞാനിങ്ങനെ ഒരു ആനപ്പുറത്ത് സഞ്ചരിക്കണ സ്വപ്നം കണ്ടു. അപ്പോൾ പറയും, മകനെ, നീ ദർശിച്ച സ്വപ്നം വളരെ മംഗളകരമാണ്. ആനയുടെ രൂപത്തിൽ നീ ദർശിച്ചത് സാക്ഷാൽ ഗണപതി ഭഗവാനെ തന്നെയാണ്. അതിൻ്റെ പുറത്ത് കയറിയിട്ട് നീ സവാരി ചെയ്യണത് കണ്ടതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നിനക്ക് രാജപദവി കിട്ടും എന്ന് നീ മനസ്സിലാക്കണം, നീ ചക്രവർത്തി ആവുന്നുള്ളതാണ്. എന്നിട്ട് വിശ്വാമിത്രം പറയുക, അല്ലയോ രാജാവേ, കാലത്തിൻ്റെ ഗതിയൊക്കെ വളരെ വിചിത്രമാണ്. കാലം അനുകൂലമാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും വരും, നമുക്ക് വേണ്ടതൊക്കെ താനെ വന്നു ചേരും, നമ്മളൊന്നിനും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പ്രതികൂലമാണെങ്കിൽ നമ്മൾ എത്ര അധ്വാനിച്ചാലും നമ്മുടെ കൈപ്പിടിയിൽ ഒന്നും വരില്ല, അത് ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. അന്ന് ആ കാട് ഭരിച്ചിരുന്നത് ചന്ദ്രസേനൻ എന്നു പേരുള്ളൊരു മഹാരാജാവായിരുന്നു. ദക്ഷൻ്റെ ഭാഗ്യം തുടങ്ങുകയാണ്. ആ ചന്ദ്രസേന രാജാവ് വളരെ നേരത്തെ മരിച്ചുപോയി. ആ വിഷമറിഞ്ഞ് അവരുടെ ആ വനത്തിനോട് ചേർന്നിട്ടുള്ള നാട് നഗരമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അവിടെയൊക്കെ ആകെ ദുഃഖാചരണം നടക്കുകയാണ്. അങ്ങനെ നടക്കണ സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള പ്രതിഭ എന്ന് പറയുന്ന ദേവി ഭർത്താവ് മരിച്ചതിൻ്റെ സങ്കടം സഹിക്കാൻ പറ്റാണ്ട് ബോധം കെട്ട് നിലത്ത് വീണു. മന്ത്രിമാർക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായി. രാജാവ് അൽപായുസായി പോയി. ആ സമയത്ത് മഹാപണ്ഡിതനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ അവിടെ വന്നു. അദ്ദേഹം പറഞ്ഞു, മരണം എന്നുള്ളത് ജനനം എന്നുള്ള പ്രക്രിയയുടെ കൂടപ്പുറപ്പാണ്. ജനിച്ചവരൊക്കെ ഒരു ദിവസം മരിക്കും. മനുഷ്യജീവിതം എന്ന് പറയണത് വെള്ളത്തിലെ കുമിളയെ പോലെയാണ്. എഴുത്തച്ഛൻ എഴുതിയിട്ടില്ലേ, മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, അല്ലേ? ജീവിതത്തിനെ തന്നെ ഒരു കുമിളയെ പോലെയാണ് കാണുക. അപ്പോൾ മൊത്തം ജീവിതം തന്നെ, ആഗ്രഹങ്ങളും ജീവിതവും ഒക്കെ വെള്ളത്തിലെ കുമിള പോലെ. അതിനെക്കുറിച്ചിട്ട് ആരും ദുഃഖിക്കേണ്ട, വെറുതെ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇന്ന് സന്തോഷിക്കണവരാകട്ടെ, ഇന്ന് സങ്കടപ്പെടണവരാകട്ടെ, രണ്ടു കൂട്ടരും നാളെ ഈ ലോകത്തിനോട് വിട പറയേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് ആലോചിച്ച് സമയം പാഴാക്കാണ്ട് ഇപ്പോൾ ഈ മരിച്ചു കിടക്കണ മഹാരാജാവിൻ്റെ സംസ്കാരാദി കർമ്മങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഗതി കിട്ടുന്ന വിധത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യൂ, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഉപദേശിച്ചു. രാജാവിനാണെങ്കിൽ മക്കളില്ല, മരുമക്കളുമില്ല. ചുരുക്കി പറഞ്ഞ പ്രധാനമന്ത്രി തന്നെ മുന്നിട്ട് വന്നിട്ട് അദ്ദേഹം രാജാവിന് വേണ്ടിയിട്ട് അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം കൂടി ആലോചിച്ചു, ആരാ രാജ്യം ഭരിക്കുക? ഒരു നല്ല രാജാവില്ലെങ്കിൽ രാജ്യത്തിന് സമാധാനമാവില്ല. അന്തിമമായിട്ട് ഒരു തീരുമാനം കിട്ടാൻ അവർക്ക് സാധിച്ചില്ല. അവർ കുറേ ഇരുന്ന് ആലോചിച്ച് നോക്കി. ആ സമയത്ത് കറക്റ്റ് മുദ്ഗല മഹർഷി അവിടേക്ക് വന്നു. മുദ്ഗല മഹർഷി വന്നു കഴിഞ്ഞപ്പോൾ മന്ത്രിമാർ അദ്ദേഹത്തിനെ നമസ്കരിച്ച് ഉപചരിച്ച് കാര്യം പറഞ്ഞു. മഹർഷി പറഞ്ഞു, രാജാവ് അകാലത്തിൽ മരിച്ചുപോയ സ്ഥിതിക്ക് ജനസമ്മതനായിട്ട് ജനങ്ങൾക്കിഷ്ടമുള്ളൊരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്നാണെങ്കിൽ അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ മന്ത്രിമാരാരെങ്കിലും അധികാരം കൈപിടിക്കും, അല്ലേ? അതല്ലേ സംഭവിക്കുക അന്നത്തെ കാലത്ത് അവരുടെ ധർമ്മം. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. മുദ്ഗൽ മഹർഷി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മിടുക്കനായിട്ടുള്ള രാജകുമാരനെ, ഒരു രാജാവിനെ
കണ്ടെത്താനായിട്ട് പറഞ്ഞു കൊടുക്കണം. രാജാവിന് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ആനയുണ്ട്, അതിൻ്റെ പേര് പുഷ്കരൻ എന്നാണ്. ആ ആനയുടെ തുമ്പിക്കൈയിൽ ഒരു പൂമാല കൊടുക്കുക. ആ ആന ആരുടെ കഴുത്തിലാണോ ആ മാല ഇടുന്നത് അയാളായിരിക്കും ഈ രാജ്യത്തിൻ്റെ ഭാവി ഭരണാധികാരി എന്ന് പറയും. ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു കൊടുക്കും. മൃഗങ്ങൾക്ക് കളങ്കമില്ലല്ലോ. അവർ ആ രാജാവിന് തുല്യമായിട്ടുള്ള വേറൊരാളെ കണ്ടെത്തിക്കോളും, അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറയണം. അങ്ങനെ മഹർഷിയുടെ ആ നിർദ്ദേശം മന്ത്രിമാർക്കും മറ്റുള്ളവർക്കൊക്കെ നല്ല സമ്മതമായി. ഒരു നല്ല മുഹൂർത്തമൊക്കെ നോക്കി ഒരു ദിവസം ആ പുഷ്കരൻ എന്ന് പറഞ്ഞ ആനയെ കുറിയൊക്കെ തൊടിയിച്ച് നല്ല പരവധാനിയൊക്കെ ഇട്ടിട്ട് അലങ്കരിച്ച് മാലകളൊക്കെ ഇടിച്ച് ആനയെ കൊണ്ടുവന്നു. ആനയെ കൊണ്ടുവന്ന് നിർത്തി ആനയെ പൂജയൊക്കെ കഴിച്ച് ആനയ്ക്ക് കയ്യിലൊരു മാല കൊടുത്തു. ആ എന്താ പറയുക, ആന ആ മാല എടുത്തിട്ട് ആ തുമ്പിക്കയിൽ ഇങ്ങനെ ഉയർത്തി അങ്ങോട്ട് പിടിച്ചു. അതായത് ആനയുടെ പുറകെ ആ നാട്ടിലുള്ള പ്രമാണിമാരും മന്ത്രിമാരും അവരൊക്കെ ഇങ്ങനെ ഒരു പ്രൊസഷനായിട്ട് ഇങ്ങനെ പോയി. എല്ലാവരും വിചാരിച്ചു ആന ഞങ്ങളിൽ ആരെങ്കിലും ഒരാളുടെ കഴുത്തിൽ ഈ മാലയിടും. ആന ഇങ്ങനെ എല്ലാവരും നോക്കി, ജനങ്ങളെ മുഴുവൻ നോക്കി, എല്ലാ ആൾക്കാരെയും നോക്കി. എന്നിട്ട് അവരെ ആരെയും ശ്രദ്ധിക്കാണ്ട് ആരെയോ തേടണ പോലെ ഇങ്ങനെ നോക്കി 2-3 ചുവട് നടന്ന് കുറച്ചുകൂടെ മുന്നിൽ പോയപ്പോൾ സാധാരണ ജനങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ പ്രമാണിമാരൊക്കെ നിൽക്കണം. അവിടെ നിന്ന് ആന അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ സാധാരണ നാട്ടുകാർ അവർ വന്ന് കൂടി നിൽക്കുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ഈ ദക്ഷനും പോയിട്ട് നിൽക്കണ്ടായിരുന്നു. ആന ദക്ഷനെ കണ്ടു, നേരെ ചെന്നു. ഈ ഓരോ പ്രമാണിമാരും ഈ ആനയുടെ ശ്രദ്ധ ഇങ്ങോട്ട് പിടിക്കാൻ വേണ്ടി കരിമ്പ് കാണിക്കുക, അതിൻ്റെ തീറ്റ സാധനങ്ങളൊക്കെ കാണിക്കുക, പട്ട ഇങ്ങനെയൊക്കെ കാണിക്കുക, ശബ്ദം ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്ത് നോക്കിയെങ്കിലും ആന ഈ ദക്ഷൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയി നേരെ ചില ആൾക്കാരെ കഴുത്തിൽ ഇടണമാതിരി കാണിക്കും, എടുക്കും. അങ്ങനെ അവരെ ബുദ്ധിമുട്ടിച്ചും വിഷമിപ്പിച്ചിട്ടുമാണ് ആന പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ അവിടെ ചെന്ന അവസാനം ദക്ഷൻ്റെ നേരെ കഴുത്തിൽ കൊണ്ടിട്ട് അതങ്ങോട്ട് ഇട്ടു. ദക്ഷൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അതോടുകൂടിയിട്ട് ദക്ഷൻ രാജാവായി. ഗജവീരൻ ഉടനെ തന്നെ അങ്ങനെ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ദക്ഷനെ ചുറ്റിയെടുത്തിട്ട് തൻ്റെ കഴുത്തിൻ്റെ മുകളിൽ കൊണ്ടേയിരുത്തി. ആന തൂക്കിയെടുത്തിട്ട് പുറത്തിരുത്തി. അപ്പോൾ സ്വപ്നം കണ്ടത് ഫലിച്ചോ? അത് ഫലിച്ചു. ആൾക്കാരൊക്കെ അപ്പോൾ ജയ ജയ ശബ്ദം മുഴക്കി എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. ആ പണ്ഡിതന്മാരായിട്ടുള്ള രാജഗുരുക്കന്മാരും അവരൊക്കെ വന്നിട്ട് ദക്ഷനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. വേദമന്ത്രങ്ങൾ, അതിൻ്റെ ആഘോഷങ്ങൾ, എന്താ പറയുക, മേളങ്ങൾ, ആചാരവെടികൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നു. എല്ലാവരും അംഗീകരിച്ചു. ദക്ഷൻ എല്ലാവർക്കും പാരിതോഷികങ്ങളൊക്കെ കൊടുത്തു. ബ്രാഹ്മണർക്കൊക്കെ ധാരാളം ദക്ഷിണ കൊടുത്തു. അവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു. അതിനുശേഷം ദക്ഷൻ ചന്ദ്രസേനൻ്റെ മകളായിട്ടുള്ള ആ രാജകുമാരിയെ കല്യാണം കഴിച്ചു. അപ്പോൾ ജാമാതാവാണ് രാജ്യാവകാശി എന്നുള്ളതുമായി. അവർക്ക് ബൃഹൽഭാനു എന്ന് പേരുള്ളൊരു മകനുണ്ടായി. ആ തലമുറ വളർന്നു. ആ ബൃഹദ്ഭാനുവിൻ്റെ മകനായിട്ട് ഗഡ്ഗദരൻ എന്നു പേരുള്ള ഒരു രാജകുമാരനുണ്ടായി. അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് സുലഭൻ, സുലഭൻ്റെ പുത്രനായിട്ട് പത്മാകരൻ, അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് വപുർദീപ്തി, വപുർദീപ്തിയുടെ പുത്രനായിട്ടുള്ള ചിത്രസേനൻ, ആ ചിത്രസേനൻ്റെ പുത്രനാണ് അവിടുന്ന്. അതാണ് ആ വിദർഭയിലെ രാജാക്കന്മാരുടെ വംശാവലി. ആ പണ്ട് ഉണ്ടായിരുന്ന ഒരു ദക്ഷൻ്റെ വംശാവലി പറഞ്ഞു വന്നിട്ട് അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കണ ഭീമരാജാവായിട്ടുള്ള അവിടുന്ന് ഈ ചിത്രസേനൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ മകനാണ്. ഇങ്ങനെയാണ് നിങ്ങളുടെ പൂർവ്വവംശം ഇവിടെ ഉണ്ടായത് എന്ന് പറയും. അപ്പോൾ ബ്രഹ്മദേവൻ വ്യാസമഹർഷിയുടെ അടുത്ത് പറയും. വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് അതിൽ കൂടെ തൻ്റെ ആ വംശത്തിൻ്റെ ചരിത്രം കേട്ട ഭീമരാജാവിന് വലിയ സന്തോഷമുണ്ടായി. കാരണം ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് മാക്സിമം മുതുമുത്തച്ഛൻ വരെ അറിയാൻ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തുള്ളവരെ നമുക്ക് അറിയാൻ പറ്റണമെന്നില്ല അല്ലേ. അപ്പോൾ ഇത് കുറച്ച് കാലത്തെ ചരിത്രം കേട്ടപ്പോൾ ഒരു സന്തോഷം. അദ്ദേഹം മഹർഷിയെടുത്ത് ചോദിക്കും, പ്രത്യക്ഷദേവനായിട്ടുള്ള ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള മാർഗങ്ങളും കൂടെ അവിടെ നിന്ന് ഒന്ന് പറഞ്ഞു തരണം. എനിക്ക് അങ്ങിപ്പോൾ ഈ കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് ഭഗവാനിൽ വലിയ ഭക്തി ഉണ്ടായി എന്ന് പറഞ്ഞു. രാജാവിൻ്റെ അഭ്യർത്ഥന കേട്ടപ്പോൾ വിശ്വാമിത്ര മഹർഷിക്ക് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ദക്ഷൻ നിർമ്മിച്ചിട്ടുള്ള ഗണാധാത ക്ഷേത്രമുണ്ട്. അതായത് ഈ ദക്ഷൻ രാജാവായിരുന്ന കാലത്ത് ഗണപതിക്ക് ഒരു അമ്പലം പണിതിട്ടുണ്ട്. അവിടെ പോയിട്ട് ഗണാധ്യക്ഷ വ്രതം എന്ന് പറയുന്ന വ്രതം അനുഷ്ഠിച്ചാൽ നിൻ്റെ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മഹർഷിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് തൻ്റെ പൂർവീകനായിട്ടുള്ള ദക്ഷരാജാവ് പണി കഴിപ്പിച്ചിട്ടുള്ള ആ ഗണപതി ഭഗവാന്റെ ആ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഭീമരാജാവ് ഭക്തിപൂർവ്വം ഗണാധ്യക്ഷ വ്രതം അനുഷ്ഠിച്ചു. വ്രതം പൂർണ്ണമായപ്പോൾ ഈ വയസ്സുകാലത്ത് അദ്ദേഹത്തിനൊരു മകൻ ജനിച്ചു.
രുഗ്മാംഗതൻ എന്ന് പേര്. ആ രുഗ്മാംഗതൻ്റെ കഥയാണ് ഇവിടെ ഇനി വരാൻ പോകുന്നത്. രുഗ്മാംഗതന് പ്രായപൂർത്തിയായി, രാജ്യാവകാശിയായിട്ട് വാഴിച്ച് മഹാരാജാവ് വളരെ പെട്ടെന്ന് തന്നെ, അദ്ദേഹത്തിന് അല്ലെങ്കിലേ പ്രായം ഉണ്ടായിരുന്നു, രുഗ്മാംഗതൻ ജനിക്കുമ്പോൾ നല്ല വയസ്സുണ്ട്. അപ്പോൾ കുറച്ച് ആ കുട്ടിക്കൊന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാറായപ്പോൾ രാജാവ് അവനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് വാനപ്രസ്ഥത്തിൽ പോയി ഗണപതി ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങി. ഇത് പറഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് ബ്രഹ്മദേവൻ ഒന്നും മിണ്ടിയില്ല. വ്യാസമഹർഷി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു. ബ്രഹ്മാവ് പറയുന്നില്ല ബാക്കി. അത്രയും പറഞ്ഞിട്ട് രാജാവ് കാട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് മിണ്ടാണ്ടിരുന്നു. നമ്മളങ്ങനെ ഈ കഥ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉറക്കം വരും. അപ്പോൾ ഇടയ്ക്ക് നിർത്തണം. അപ്പോൾ അവർ ഇങ്ങോട്ട് നോക്കും. അതാണ് വിദ്യ. അപ്പോൾ അതേപോലെ ഇവിടെ ബ്രഹ്മദേവൻ അങ്ങോട്ട് മിണ്ടാതിരുന്നു. അപ്പോൾ ചോദിക്കും വ്യാസൻ, പിതാമഹ, ഈ രുഗ്മാംഗതൻ എങ്ങനെയുള്ള ആളായിരുന്നു? അവൻ വിഘ്നേശ്വരൻ്റെ ഭക്തിയുള്ള ആളായിരുന്നോ എന്ന് ചോദിക്കും. അപ്പം ബ്രഹ്മാവ് പറയും, ഞാൻ അവനെക്കുറിച്ച് ആലോചിച്ചത്. സത്യവതിയുടെ പുത്ര വ്യാസ, രുഗ്മാംഗതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, സത്യം മാത്രമേ പറയുള്ളൂ. ധർമാത്മാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സൃഷ്ടി കാണില്ല, അത്രയ്ക്ക് ധർമാത്മാവ്. ഇതൊക്കെ പോരാണ്ട് ഗണപതിക്ക് ഇങ്ങനൊരു ഭക്തനുണ്ടോ വേറെ എന്ന് തോന്നിപ്പോവും. അത്ര ഭക്തിയായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു വലിയ ബുദ്ധിമുട്ട് വന്നു ജീവിതത്തിൽ. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് അദ്ദേഹം മറികടക്കുകയും ചെയ്തു എന്ന് മാത്രം പറഞ്ഞിട്ട് വീണ്ടും മിണ്ടാണ്ടിരുന്നു. അപ്പോൾ വ്യാസൻ ചോദിക്കും, രുഗ്മാംഗതൻ്റെ ആ സങ്കടം, ഇത്ര വലിയ ഭക്തന്മാർക്ക് അങ്ങനത്തെ സങ്കടങ്ങളൊക്കെ വരുമോ? എന്തായിരുന്നു ആ സങ്കടം? അതെങ്ങനെയാണ് പരിഹരിച്ചത്? ദയവ് ചെയ്തിട്ട് അങ്ങ് ആ കഥയൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. കഥകൾ ഇങ്ങനെയാണല്ലോ കഥകൾ കേൾക്കേണ്ടത്. താല്പര്യം ഉണ്ടാവണം, ചോദ്യങ്ങൾ വരണം, അപ്പോഴേ കഥ വരുള്ളൂ. അപ്പോൾ വ്യാസമഹർഷി അത് പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ പറയുക, ജനങ്ങളെ വളരെയധികം സ്നേഹിച്ചിട്ടുള്ളൊരു രാജാവായിരുന്നു രുഗ്മാംഗതൻ. നമ്മളറിയണ രുഗ്മാംഗതനല്ല ഈ രുഗ്മാംഗതൻ. ഭാഗവതത്തിൽ രുഗ്മാംഗതൻ വേറെ ആളാണ്. നമ്മൾ ഏകാദശി മഹാത്മ്യത്തിൽ വരുന്ന രുഗ്മാംഗതൻ. ഇത് ഈ ഭീമരാജാവിൻ്റെ പുത്രനായിട്ടുള്ള വിദർഭേല രാജാവായിട്ടുള്ള രുഗ്മാംഗതനാണ്. ഈ രുഗ്മാംഗതൻ, രുഗ്മം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നർത്ഥം. ഈ വിദർഭയിൽ ഈ നേരത്തെ ഭീമൻ എന്ന് പറഞ്ഞ മാതിരി ഈ രുഗ്മ ശബ്ദമുള്ള അനവധി തലമുറകളിൽ അനവധി രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. അതാണ് രുഗ്മിണി, രുഗ്മി എന്നൊക്കെ പേരുകൾ. അതൊക്കെ സ്വർണം എന്നാണ് രുഗ്മ ശബ്ദത്തിന് അർത്ഥം. അപ്പം അദ്ദേഹം രാജ്യനീതിയൊക്കെ നന്നായി പഠിച്ചു, ചെറുപ്പത്തിലെ ആയുധാഭ്യാസമൊക്കെ നന്നായിട്ട് ശീലിച്ചു. എന്നിട്ട് ഭംഗിയായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ദിവസം നായാട്ടിനായിട്ട് കാട്ടുപോയി. അപ്പോൾ ഈ ദേവീഭാഗവതം പറഞ്ഞ സമയത്ത് ഞാൻ ഈ നായാട്ടിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്തൊട്ട് ഒരു അമ്മ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഈ നായാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മൃഗങ്ങളെ ദ്രോഹിക്കലല്ലേ? ഇപ്പം ധർമ്മിഷ്ഠരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ പണ്ട് ഈ നായാട്ടിന് പോയിരുന്നു എന്നൊക്കെ പറയണത് ഹിംസിക്കുകയല്ലേ? അത് ശരിയായിട്ടുള്ളൊരിതായിരുന്നോ ചോദിച്ചു. അപ്പോൾ അതിന് ശേഷമുള്ള സെഷനിലാണ് അതിൻ്റെ ഉത്തരം പറഞ്ഞത്. ഇപ്പോൾ റീലായിട്ടൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. പണ്ട് എന്തിനാണ് രാജാക്കന്മാർ നായാടിയിരുന്നത്? അതായത് പ്രകൃതിയിൽ എന്തിനും ഒരു സന്തുലിതാവസ്ഥ വേണം. ഒരു കാട്ടിൽ ഒരുപാട് മരങ്ങളും ചെടികളും വളർന്നു കഴിഞ്ഞാൽ, ചെടികളും മരങ്ങളും അധികമായാൽ അതിനെ നിയന്ത്രിക്കാൻ ചെടികൾ ഭക്ഷിക്കുന്ന ജീവികൾ വേണം, സസ്യബുക്കുകൾ വേണം. സസ്യബുക്കുകൾ ഒരുപാട് ചെടികൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ചെടികളില്ലാണ്ടാവും. അപ്പോൾ സസ്യബുക്കുകളെ നിയന്ത്രിക്കാൻ ഹിംസിക്കുന്ന മൃഗങ്ങൾ വേണം. ഹിംസിക്കുന്ന മൃഗങ്ങൾ, ഈ മൃഗങ്ങളെ ഒരുപാട് കൊന്നൊടുക്കിയാൽ വീണ്ടും അപ്പുറത്ത് ചെടികൾ ഒരുപാട് കൂടും അല്ലേ? സസ്യങ്ങൾ ഒരുപാട് വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് ഹിംസ്ര ജന്തുക്കളെ ഹിംസിക്കാൻ ഒരു സംവിധാനം വേണം. ഈ ഹിംസ്ര ജന്തുക്കൾക്ക് ഈ സസ്യങ്ങളെ മാത്രം തിന്നുന്ന ജീവികളെ തിന്ന് അവറ്റകൾക്ക് വംശനാശം ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിന്നാനൊന്നുമില്ല. അതുകൊണ്ട് അവർ നാട്ടിലിറങ്ങും. കൃഷി നശിപ്പിക്കുക, മനുഷ്യരെ പിടിച്ചു കഴിഞ്ഞാൽ, പശുവിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തുടങ്ങും. അതുകൊണ്ട് അവർ നാട്ടിലിറങ്ങും. കൃഷി നശിപ്പിക്കുക, മനുഷ്യരെ പിടിച്ചു കഴിഞ്ഞാൽ, പശുവിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തുടങ്ങും. അത് വരാതിരിക്കാൻ കാട്ടിൽ കയറി ഹിംസജന്തുക്കളെ കൊല്ലും പഴയ കാലത്ത്. എന്തിനാ വെച്ചാൽ ഇതൊരു ബാലൻസ് ഉണ്ടാക്കാനാണ്. ഹിംസജന്തുക്കളും അതേപോലെ സസ്യബുക്കുകളായിട്ടുള്ള ജീവികളും വൃക്ഷലതാദികൾക്കും ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ഇടപെടലാണ്. കാരണം ആത്യന്തികമായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ നഗരപ്രദേശങ്ങളിലേക്കൊക്കെ ദുഷ്ടമൃഗങ്ങൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്തിനു കൊള്ളും അല്ലേ? അപ്പോൾ അതുകൊണ്ട് രാജാക്കന്മാർ എന്ത് ചെയ്യും? കൃത്യമായിട്ടുള്ള കാലയളവുകളിൽ കാട്ടിൻ്റെ ഉള്ളിലേക്ക് നായാട്ട് നടത്തും.
അതിലധികവും സാധു മൃഗങ്ങളെ കൊല്ലില്ല, ഹിംസജന്തുക്കളെയാണ് ഇവർ കൊല്ലുക. അപ്പോൾ ഇത് പണ്ടത്തെ രാജനീതിയിൽ പറഞ്ഞിട്ടാണ്. ശ്രീരാമസ്വാമി പോലും നായാട്ട് നടത്തിയിരുന്നതാണ്, ധാരാളമായിട്ട് നായാട്ട് നടത്തിയിരുന്നു. അപ്പം ഇവിടെ രാജാവ് നായാട്ടിന് പോയി. അങ്ങനെ രാജാവ് നായാട്ടിന് പോയി കഴിഞ്ഞ് കാട്ടിലെത്തിയിട്ട് പല വന്യമൃഗങ്ങളെയൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് എവിടെയാണ് കാണാൻ പറ്റുക, അന്ന് ആ ഭാഗത്തേക്ക് പോകാൻ പറയും. ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ ഈ ടാൻസാനിയയുടെ സൈഡിൽ നിന്ന് കെനിയയുടെ ഭാഗത്തേക്ക് ഈ കാളകളെ പോലുള്ള വിൽഡ് ബീസ്റ്റുകൾ എന്ന് പറയുന്ന ജീവികളുണ്ട്, നാലുകാലികൾ. കണ്ടു കഴിഞ്ഞാൽ കാള പോലെ ഇരിക്കും, കൂട്ടമായിട്ടാണ് വരിക. ഒരു കൂട്ടത്തിലൊക്കെ 5000-6000 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ നാഷണൽ ജോഗ്രാഫിക്കിന് വർക്ക് ചെയ്യുന്ന കാലത്ത് ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹിംസ ജന്തുക്കൾ, ഇവറ്റകളെ പിടിച്ച് തിന്നുന്ന ജീവികൾ, കടുവ, കഴുതപ്പുലി അല്ലെങ്കിൽ സിംഹം, ഇങ്ങനത്തെ ഭീകരജീവികൾ, ഇവരെ ഒന്നും ഒരു പ്രദേശത്ത് കാണുന്നില്ലെങ്കിൽ ഉറപ്പിക്കാം ഇവരൊക്കെ ഇപ്പോൾ കുന്നിൻ്റെ ഈ ചെരുവിൽ ഇവരെ ഒന്നും കാണുന്നില്ല. നമ്മൾ രാവിലെ തൊട്ട് ക്യാമറയും കൊണ്ട് നടക്കുകയായിരിക്കും, കിട്ടില്ല. അപ്പോൾ ഇവരെ കാണണമെങ്കിൽ എവിടെ പോകണം? അവരുടെ തീറ്റ എവിടെയാണോ അവിടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ കാളകളായി ഈ വിൽഡ് ബീസ്റ്റുകൾ ഈ നദി മുറിച്ച് കിടക്കണം, അവിടെ ക്യാമറയും വെച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇവർ വരും. മുതലകൾ, ഇവറ്റകളെ പിടിച്ച് ഇവർ ലക്ഷക്കണക്കിന് ഇങ്ങനെ പല ഭാഗത്തു നിന്ന് ഇങ്ങനെ നദി കടന്ന്, മാരാനദി കടന്നിട്ട് ഇങ്ങോട്ട് കടക്കണ സ്ഥലത്ത് ക്യാമറയും വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഷൂട്ട് ചെയ്യാൻ കിട്ടും. എല്ലാ ദുഷ്ടമൃഗങ്ങളെയും നമുക്ക് അവിടെ കാണാൻ പറ്റും. കാരണം ഇവറ്റകൾ ഇതിനെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ടിരിക്കും. അപ്പോൾ ഇതാണ് പ്രകൃതിയുടെ ആ ഒരു കണക്കുണ്ട്. ആ കണക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ രുക്മാംഗതനും അതാ ചെയ്തത്. രുക്മാംഗതൻ ഈ ദുഷ്ടമൃഗങ്ങളെ കാണണമെങ്കിൽ എവിടെ കാണാൻ പറ്റും? അപ്പോൾ പുല്ലും വെള്ളമൊക്കെ ധാരാളമുള്ള സ്ഥലങ്ങളിൽ സാധുമൃഗങ്ങളുണ്ടാവും. അവറ്റകളെ തിന്നാനാണല്ലോ ഇവരെ അവിടെ പോയിണ്ടാവുക. അങ്ങനെ അദ്ദേഹം കാടിൻ്റെ ഉൾവശത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. ദുഷ്ടമൃഗങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ ഉള്ളിക്ക് ചെന്നപ്പോൾ അവിടെ വാചക്നവി എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അവിടെ ആ ചെന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള മുകുന്ദ എന്ന് പറയുന്ന ഒരു ദേവി, ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു അവിടെ, ആ മഹർഷിയുടെ പത്നി. മഹാരാജാവ് മഹർഷിയും പത്നിയും നമസ്കരിച്ചു, ആഹാരം കഴിഞ്ഞ് വിശ്രമിച്ചു. തൻ്റെ ആശ്രമത്തിൽ നിന്ന് തിരിച്ചു, എന്താ പറയുക, ആ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് മഹർഷി നിർബന്ധം പിടിച്ചു. രാജാവ് അത് കേട്ട് ആതിഥ്യ മര്യാദ കണ്ടിട്ട് അതിഥി എന്നുള്ള നിലയ്ക്ക് താൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുത് കരുതി ആ മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹം അന്ന് താമസിച്ചു. എന്നിട്ട് അവിടെ വിശ്രമിക്കണ സമയത്ത് സന്ധ്യയോടടുത്തപ്പോൾ സ്നാനത്തിനായിട്ട് മഹർഷി പുറത്തേക്ക് പോയി. ആ തക്കം നോക്കിയിട്ട് ഈ മഹർഷിയുടെ ഭാര്യയ്ക്ക് ഈ രാജാവിനോട് പ്രണയം. ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ ദേവി, മുകുന്ദ എന്ന് പറഞ്ഞ ഈ ദേവി വന്നിട്ട് രുക്മാംഗത രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അങ്ങേ കാണാൻ എന്ത് ഭംഗിയാണ്, അങ്ങയുടെ പത്നിയായിട്ട് എനിക്കിരിക്കണം, ഞാൻ അങ്ങയുടെ കൂടെ ശയിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചു. രാജാവ് ആകെ പരിഭ്രമിച്ചു പോയി. അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സ്വഭാവം. അദ്ദേഹം കിടക്കുന്ന മുറിയിലേക്കാണ് ഈ സ്ത്രീ കയറി വന്നത്. എന്നിട്ട് പറയും, അമ്മേ, നിങ്ങൾ സംപൂജ്യനായിട്ടുള്ള മഹർഷിയുടെ ഭാര്യയാണ്, എൻ്റെ മാതാവിന് തുല്യമാണ്, ക്ഷണികമായിട്ടുള്ള ശാരീരിക സുഖം വിചാരിച്ചിട്ട് മഹാഭാവിയായിട്ട് മാറരുത് പറയും. രുക്മാംഗതൻ്റെ ആ ഉപദേശം ആ ദേവിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ അദ്ദേഹത്തിനെ ശപിച്ചു. ദുഷ്ടാ, നീ എന്നെ നിരാശപ്പെടുത്തിയിരിക്കുന്നു. ഉർവശി എങ്ങനെയാണോ അർജുനെ ശപിച്ചത്, ഉർവശി അർജുനൻ്റെ അടുത്തേക്ക് ഉർവശിയെ പറഞ്ഞു വിടുന്നത് ഇന്ദ്രനാണ്. പക്ഷെ അർജുനൻ പറയും, അമ്മേ, നിങ്ങൾ എനിക്ക് അമ്മയാണ്, എൻ്റെ അച്ഛൻ്റെ അന്തഃപുരത്തിലെ സ്ത്രീയാണ് നിങ്ങളെന്നാണ് പറയുക. അതിന് ശരിക്കും വേറൊരു കാരണം കൂടിയുണ്ട്. നരനാരായണന്മാർ ആണ് അർജുനനും കൃഷ്ണനും എന്നറിയാമല്ലോ. നരൻ എടുത്തുകൊടുത്ത താമര എടുത്തിട്ട് നാരായണ ഋഷി തൻ്റെ തൊടയിൽ വെച്ചപ്പോൾ അതിൽ നിന്നുണ്ടായവളാ ഉർവശി, ഒരു തൊടയിൽ നിന്നുണ്ടായവളാ. അതുകൊണ്ട് അർജുനന് ശരിക്കും പൂർവ്വത്തിലെ കണക്ക് പ്രകാരം ഉർവശി മകളാ. ഉർവശി മകളാണ് അർജുനന് സ്ഥാനം കൊണ്ട്. ശരിക്കും നോക്കിയാൽ അവരുടെ സൃഷ്ടിയാണ്, നരനാരായണന്മാരുടെ സൃഷ്ടിയാണ് ഉർവശി. ഇതധികം നമ്മൾ ചിന്തിക്കാറില്ല. ഇന്ദ്രൻ അച്ഛനാണ് എന്നുള്ളതുകൊണ്ട് മാത്രം ആ ന്യായം പറഞ്ഞു പോവുകയാണ് പതിവ്. അങ്ങനെയാണ് നീ ഷണ്ഠനായി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിക്കുന്നതും ശാപമോക്ഷമായിട്ട് അത് 1 വർഷക്കാലം അനുഭവിച്ചാൽ മതിയെന്നും ആഗ്രഹിക്കുമ്പോൾ മതിയെന്നും പറയുന്നതുകൊണ്ടാണ് അജ്ഞാതവാസക്കാലത്ത് ബൃഹന്നളയായിട്ട് ഡാൻസ് മാഷായിട്ട് ഡാൻസ് ടീച്ചറായിട്ട് കഴിഞ്ഞ കാലത്ത് അത് ഉപയോഗിച്ചു ആ വിദ്യ. ഇവിടെ അതേ കാരണം തന്നെ പറഞ്ഞ്, ദുഷ്ടാ, നീ എന്നെ നിരാശപ്പെടുത്തി, നിൻ്റെ മനോഹരമായിട്ടുള്ള മനസ്സിനെ ആകർഷിക്കണ ഈ സൗന്ദര്യമാണല്ലോ അതിന് കാരണം, അതുകൊണ്ട് നീ ഒരു വികൃത പിശാചായിട്ട് പോട്ടെ, ഒരു രൂപിയായിട്ട്, ഒരു വൈരൂപ്യം പിടിച്ചവനായി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഋഷി പത്നി
രുഗ്മാംഗദനെ ശപിച്ചു. മഹർഷിയുടെ ശാപം, ആ മഹർഷി പത്നിയുടെ ശാപം കിട്ടിയിട്ട് രുഗ്മാംഗദൻ ആലോചിച്ചു, എന്താ ലോകത്തിൻ്റെ തമാശ നോക്കൂ, അധർമ്മം ചെയ്യാൻ എന്നോട് പറഞ്ഞു, അത് ചെയ്യാൻ വിസമ്മതിച്ചതിന് എനിക്ക് ശാപം കിട്ടിയിരിക്കുന്നു. ധർമ്മോപദേശം ചെയ്തതാണ് ഞാൻ ചെയ്തത്, അതിനെനിക്ക് ഇത്രയും വലിയൊരു ശിക്ഷ. എന്നിട്ട് പറയും, ഈ ചെയ്യാത്ത കുറ്റത്തിന് അനുഭവിക്കണ ഈ ശാപത്തോട് കൂടിയിട്ട് ഇനി ഈ ശരീരം വെച്ചിട്ട് ജീവിക്കാൻ എനിക്കൊരു താല്പര്യമില്ല, ഇതിലൊരു അർത്ഥവും ഞാൻ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ആ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഗണപതി ഭഗവാനെ ആലോചിച്ചുകൊണ്ട് നടന്ന് ഒരു മരത്തിൻ്റെ താഴെ എത്തിയിട്ട് അവിടെ അങ്ങോട്ട് ഇരുന്നു. ഞാനിനി ഇവിടെ ഇരുന്ന് പ്രായോപവേശം ചെയ്യാൻ പോവുകയാണ്. അതായത് പട്ടിണി കിടന്ന് മരിക്കുക, പ്രായോപവേശം. അത് സനാതനധർമ്മത്തിനെക്കാട്ടിലും കൂടുതൽ ആ രീതിയിലുള്ള മരണങ്ങൾ ഏറ്റവും കൂടുതൽ പണ്ടുണ്ടായിരുന്നത് ജൈനമതത്തിലാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ വലിയ സാമ്രാജ്യാധിപതിയായിരുന്നു. ചാണക്യൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഭാരതത്തിനെ മുഴുവൻ അലക്സാണ്ടർ വന്ന് നശിപ്പിച്ചിട്ട ഭാരതത്തിനെ ഒറ്റക്കെട്ടാക്കി മാറ്റി. പക്ഷെ ആ യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹത്തിന് അനവധി ആൾക്കാരെ കൊല്ലേണ്ടി വന്നു. ഉള്ളിൻ്റെ ഉള്ളിലും അവരിനത് വലിയ വിഷമമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് യുദ്ധങ്ങൾ കഴിഞ്ഞിട്ട് തൃപ്പടിദാനായിട്ടാണ് പത്മനാഭസ്വാമിക്ക് തൻ്റെ രാജ്യം മുഴുവൻ കൊടുത്തിട്ടാണ് പാപമോചനം സാധിച്ചതും മോറജപം നടത്തിയിട്ടും ലക്ഷദ്വീപം നടത്തിയിട്ടും അന്നദാനം നടത്തിയിട്ടും ഒക്കെയാണ്. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ചന്ദ്രഗുപ്ത മൗര്യൻ ചെയ്തത് അതിലും ഭയങ്കര. അദ്ദേഹം ജൈന സന്യാസിയായിട്ട് മാറിയിട്ട് കർണാടകത്തിലെ ശ്രവണബലഗോളയിലേക്ക് വന്നു. ഇന്ന് നമ്മൾ ഗോമടേശ്വരൻ്റെ പ്രതിമ നിൽക്കുന്ന സ്ഥലം, അത് മംഗലാപുരത്തിൻ്റെ അടുത്ത്. യഥാർത്ഥ ബാഹുബലി, സിനിമയിലെ ബാഹുബലിയല്ല. അവിടെ വന്ന് അവിടെ ഒരു പർവ്വതത്തിൻ്റെ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കാണ്ട് ആദ്യം ഭക്ഷണം ഉപേക്ഷിച്ചു, പിന്നെ വെള്ളം ഉപേക്ഷിച്ചു, അവസാനം വായു മാത്രം ഭക്ഷിച്ച് എല്ലും തോലുമായിട്ട് ശരീരം കളയുകയാണ് ചെയ്തു. പ്രായോപവേശം ചെയ്തിട്ട് ശരീരം കളഞ്ഞു. അദ്ദേഹം ഇരുന്ന സ്ഥലമാണ് ചന്ദ്രഗിരി. അതിലത്തെ പാറയിലാണ് ഗോമടേശ്വരനെ കൊത്തിയുണ്ടാക്കിയിരിക്കുന്നത്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സമാധിസ്ഥാനമാണ് ശരിക്കത്. ഇതേപോലെ തന്നെ കേരളത്തിൽ പണ്ട് ചേരരാജാക്കന്മാരുടെയൊക്കെ കാലത്ത് യുദ്ധത്തിൽ മുറിവേറ്റ് തോറ്റു കഴിഞ്ഞാൽ മരിച്ചുമില്ല, നമ്മൾ പറയില്ലേ മരിക്കുകയായിരുന്നു ഭേദം എന്നാ പറയുക, അത്രയും നാണം കെടുത്തി വിടും. അപ്പോൾ ആ മുറിവ് ബ്ലീഡ് ചെയ്യുന്നുണ്ടാവും. ആ മുറിവായിട്ട് ചിലപ്പോൾ ജീവൻ്റെ ഭിക്ഷ കൊടുക്കും, പോ സ്ഥലം വിട് എന്ന് പറയും. ആത്മാഭിമാനമുള്ള രാജാക്കന്മാർ ജീവിച്ചിരിക്കില്ല. പിന്നെ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ സ്വയം കുത്തി മരിക്കില്ല. കാരണം ആത്മഹത്യ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഭദ്രകാളിയെ ധ്യാനിച്ചിട്ട് വടക്കിരിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. വടക്കോട്ട് നോക്കിയിട്ടിരിക്കും, വടക്ക് ഇരിക്കും, വടക്ക് തെക്കോട്ട് നോക്കിയിട്ടിരിക്കുക, വടക്ക് വശത്ത് തെക്കോട്ട് നോക്കിയിട്ടിരിക്കുക, കാളിയെ നോക്കിയിട്ടിരിക്കുകയാണെന്ന്. ഈ ശരീരത്തിലുള്ള മുറിവുകൾക്കൊന്നും മരുന്ന് വയ്ക്കില്ല, ഭക്ഷണവും കഴിക്കില്ല. ഇത് പഴുത്ത് ആ വേദന തിന്ന് തങ്ങളുടെ കർമ്മം മുഴുവൻ തീർത്തിട്ട് പട്ടിണിയായിട്ട് പ്രാണൻ കളയും. അപ്പോൾ അത് ആത്മഹത്യക്ക് തുല്യം ആവില്ല എന്നാണ്. അങ്ങനെ വടക്കിരിക്കണ സമ്പ്രദായം ഉണ്ടായിരുന്നു. രുഗ്മാംഗദൻ ചെയ്തതാണ്. ഒരു തരം വടക്കിരിക്കലാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പ്രായോപവേശം ചെയ്യാനായിട്ട് അവിടെ പോയിട്ടിരുന്നു. ബ്രഹ്മദേവൻ ഈ സമയത്ത് വ്യാസമഹർഷിയുടെ അടുത്ത് പറയുക, അല്ലയോ ദ്വൈവായന, ആ സന്ദർഭത്തിൽ ആകാശമാർഗത്തിൽ കൂടി നാരദ മഹർഷി സഞ്ചരിക്കണ്ടായിരുന്നു. രാജാവ് ഇങ്ങനെ ജീവൻ കളയാൻ പോണ കണ്ടപ്പോൾ നാരദൻ ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. ദുഃഖിതനായിട്ടുള്ള രുഗ്മാംഗദൻ തൻ്റെ വൃത്താന്തങ്ങളൊക്കെ മഹർഷിയെ പറഞ്ഞ് കേൾപ്പിച്ചു. നിരപരാധിയായിട്ടുള്ള രാജാവിൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിട്ട് വളരെ സങ്കടം തോന്നി നാരദ മഹർഷിക്ക്. ധർമ്മത്തിൻ്റെ അവസ്ഥ ഇതാണ്. മനുഷ്യൻ ധർമ്മം പറയുമ്പോൾ അവന് ശാപം കിട്ടണു. മഹർഷി പത്നിയുടെ അധർമ്മത്തിന് കൂട്ടു നിൽക്കാത്തതുകൊണ്ട് ഇയാളുടെ ശരീരം ഇങ്ങനെയായി. ഇപ്പോൾ ഇയാൾ ശരീരം കളയാൻ പോണു. അദ്ദേഹം പറയും, രാജാവേ, വിദർഭ രാജ്യത്ത് ചിന്താമണി എന്നു പേരുള്ള ഗണപതിയുടെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട്. ആ പുണ്യക്ഷേത്രത്തിൻ്റെ തൊട്ടു മുമ്പിൽ ഗണേശ്വരകുണ്ഠം എന്ന് പേരോട് കൂടിയിട്ടുള്ള ഒരു തീർത്ഥം. അതിലിറങ്ങി ആര് സ്നാനം ചെയ്യണോ അവർക്കൊക്കെ രോഗവിമുക്തി കിട്ടും. അങ്ങ് ആ കുളത്തിൽ പോയിട്ട് സ്നാനം ചെയ്യൂ. നിരപരാധിയായിട്ടുള്ള അങ്ങയുടെ അംഗവൈകല്യവും രോഗവും തീർച്ചയായിട്ടും മാറുന്നതാണെന്ന് ആ ജഗൽസാക്ഷിയായിട്ടുള്ള നാരദ മഹർഷി അനുഗ്രഹിച്ച് പറഞ്ഞു. നാരദമുനിയുടെ ഉപദേശം കേട്ടിട്ട് ചിന്താമണി നഗരത്തിലെത്തിയിട്ടുള്ള മഹാരാജാവ് വിഘ്നേശ്വരനെ ദർശിച്ച് പ്രാർത്ഥിച്ച് പുണ്യതീർത്ഥത്തിൽ ഇറങ്ങിയിട്ട് മുങ്ങിക്കുളിച്ചതോടുകൂടിയിട്ട് അവിടെ അദ്ദേഹത്തിനെ ബാധിച്ചിരുന്ന അംഗവൈകല്യം, രോഗം ഇതൊക്കെ വിട്ടുമാറിയെന്ന്. വളരെ സന്തോഷമായിട്ട് രാജാവ് 16 ഉപചാരങ്ങളോട് കൂടിയിട്ട്, ഷോഡശോപചാരങ്ങളോട് കൂടിയിട്ട് ഭഗവാനെ പൂജ കഴിച്ചു, ഗണപതി. അതിനുശേഷം അനവധി ബ്രാഹ്മണർക്ക് ധാരാളം ദാനമൊക്കെ കൊടുത്ത് അവരെയൊക്കെ സന്തോഷിപ്പിച്ചു. ആ സമയത്ത് ഗണപതി ഭഗവാന്റെ പാർഷദനായിട്ടുള്ള ഒരു ദേവൻ, ഭഗവാന്റെ ഒരു അനുചരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു.
എന്നിട്ട് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, രുക്മാംഗത രാജാവേ, ഭഗവാൻ പറഞ്ഞയച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അങ്ങേ ഇപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ട് ഞങ്ങളോടൊപ്പം വിമാനത്തിൽ വരാനാണ് ഭഗവാന്റെ കൽപ്പന. ഭഗവാന്റെ ലോകത്തേക്ക് അങ്ങേ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അവിടെ അങ്ങേക്ക് ഭഗവാൻ നിശ്ചയിക്കണ കാലം വരെയും ഭഗവാനെ സേവിച്ചുകൊണ്ട് കഴിയാം എന്ന് പറയും. അപ്പോൾ രാജാവ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു, എനിക്ക് ഭഗവാന്റെ ഈ ഇൻവിറ്റേഷൻ അത്രയും സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ അച്ഛനമ്മമാരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരെ ഉപേക്ഷിച്ച് വരുന്നത് ഉചിതമാണോ എന്ന് ചോദിച്ചു. നേരത്തെ ശരീരം കളയാൻ പോയ ആളാണ് ഈ ധർമ്മം പറയണത്, അത് വേറെ കാര്യം. പക്ഷേ ഇത് ഉചിതമാണോ എന്ന് ചോദിക്കും. ദേവദൂതൻ പറയും, ഒരിക്കൽ കൂടി അങ്ങ് ആ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുക. എന്നിട്ട് ആ സ്നാനം ചെയ്തതിൻ്റെ പുണ്യഫലത്തിനെ അച്ഛനമ്മമാർക്ക് നൽകണേ വിഘ്നേശ്വരാ എന്ന് കൈതൊഴുത് പ്രാർത്ഥിക്കുക. അങ്ങയോടൊപ്പം മാതാപിതാക്കന്മാരെയും കൂടി കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അവരെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരണ്ട. നമ്മൾ ഈ തീർത്ഥാടനങ്ങൾക്കൊക്കെ പോകുമ്പോൾ ആരോഗ്യമുള്ള മക്കൾ പോവും, അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ പോകാൻ പറ്റില്ല. ആ മക്കൾ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് ഇതേപോലെ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയിട്ട് ആ അവിടുത്തെ ദേവൻ്റെ അടുത്ത് ഞാൻ ഈ തൊഴുതത് കൊണ്ടുള്ള ഫലം എൻ്റെ അച്ഛനും അമ്മയ്ക്കും കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കിട്ടും. അത് ചെയ്യാൻ പക്ഷെ മനസ്സ് വരാറില്ല എന്ന് മാത്രം പലർക്കും. സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം വലിയൊരു തത്വമാണ് അവിടെ ആ ഭഗവാന്റെ അനുചരം പറയണത്. അങ്ങനെ ആ ദൈവദൂതൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് വീണ്ടും ഈ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ടുള്ള രുക്മാംഗതൻ സർവശക്തനായിട്ടുള്ള ഗണപതി ഭഗവാനെ പൂജിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മാതാപിതാക്കന്മാരോടൊപ്പം അദ്ദേഹം ഗണപതി ഭഗവാന്റെ ചേവടികളിൽ അഭയം പ്രാപിച്ചു എന്നാണ് പറയണത്.